പ്രതിസന്ധികളില്ലാത്ത ഒരു ജീവിതം ഒരിക്കലും ലോകത്തുണ്ടാവില്ല. ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മുടെ ഹൃദയങ്ങളെ പാകപ്പെടുത്തലാണ് അതിന്റെ പോംവഴി. ഖൽബ് കൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, കാര്യങ്ങളുടെ യഥാസ്ഥിതി ഹൃദയം നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് വീക്ഷിക്കാൻ കഴിഞ്ഞാൽ, ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, ഏത് പ്രതിസന്ധിയെയും അതിജയിക്കാൻ മനുഷ്യന് കഴിയും. ഹൃദയമാണ് വിഷയം. ഖൽബിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം നിൽക്കുന്നത്. നാളെ ഖിയാമത്ത് നാളിൽ ആരുടെയും വെയിറ്റും ഹൈറ്റും നോക്കിയിട്ടല്ല അള്ളാഹു വിചാരണ ചെയ്യുന്നത്. പക്ഷേ ഹൃദയത്തിന്റെ വിശാലത കൊണ്ടും ഹൃദയത്തിന്റെ ക്വാളിറ്റി കൊണ്ടുമാണ് എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളിൽ വളരെ മെലിഞ്ഞ്, ഹൈറ്റ് കുറഞ്ഞ, വെയിറ്റ് കുറഞ്ഞ, വളരെ മെലിഞ്ഞൊരു സ്വഹാബിയുണ്ട്. പണ്ഡിത ലോകത്തറിയപ്പെടുന്ന, ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത, താബിഈങ്ങൾക്ക് ഒരുപാട് ഇൽമു പറഞ്ഞു കൊടുത്ത, സ്വഹാബികളിലെ ഉലമായിൽ എണ്ണപ്പെടുന്ന, സ്വഹാബികളിലെ പണ്ഡിതന്മാർ, അതിൽ അറിയപ്പെടുന്ന സ്വഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം ഒരു ചെറിയ ചെടിയുടെ മുകളിൽ കയറിയതാണ്. കാറ്റടിച്ചു. ചെറിയൊരു കൊമ്പുള്ള ചെടിയിലാ കയറിയത്. ആ കാറ്റിനൊപ്പം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങിയപ്പോ സ്വഹാബിമാർ ചിരിച്ചു. തങ്ങൾ ചോദിച്ചു, മിമ്മ തൽഹഖൂൻ, എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞു, മിൻ ഖിഫത്തി സാഖൈ, നബിയെ കണ്ടില്ലേ, തീരെ ഹൈറ്റ് ഇല്ലാത്ത ഈ കുഞ്ഞിക്കാലും കൊണ്ട് മുമ്പ് കയറിയാൽ ആ കാറ്റിന് മുമ്പ് ആടി വീഴുമോ എന്ന് ഞങ്ങൾ പേടിക്കുകയാണ്. മിൻ ഖിഫത്തി സാഖൈ, കാല് വളരെ മെലിഞ്ഞ, ഒരു ശരീരം തന്നെ മെലിഞ്ഞ ആളാണ്. ഇബ്നു മസ്ഊദ് തങ്ങളെ സംബന്ധിച്ച് താബിഈങ്ങളൊക്കെ പറഞ്ഞത്, ഒരാൾ ഇരുന്നാൽ, ഉസ്താദുമാരൊക്കെ ഇരിക്കണില്ലേ, ആ ഇരിക്കുന്ന ആളുടെ ഹൈറ്റേ മഹാനുണ്ടായിരുന്നുള്ളൂ എന്നാണ്. വെയിറ്റും തീരില്ല. അപ്പൊ ആലോചിച്ച് നോക്കി. പക്ഷെ തങ്ങൾ പറഞ്ഞു, അതഅജബൂന മിൻ ദിഖത്തി സാഖൈഹി, അതഅജബൂന മിൻ ദിഖത്തി സാഖൈഹി والذي نفسي بيده لهما أثقل في الميزان من جبل أحد. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ കാലിന്റെ വണ്ണക്കുറവ് കണ്ടുകൊണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ? ഏതൊരുത്തന്റെ കരങ്ങളിലാണോ എന്റെ ശരീരത്തിന്റെ നിയന്ത്രണം കിടക്കുന്നത്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. وإنهما في الميزان أثقل من جبل أحد. അല്ലാഹു തആല അമലുകൾ തൂക്കി നോക്കുന്ന തുലാസിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലുകൾക്ക് ജബൽ ഉഹുദിനേക്കാൾ, ഉഹുദ് പർവ്വതത്തെക്കാൾ ഭാരമുണ്ട്. കാരണം എന്താ? മഹാനവരുടെ ഹൃദയമാണ് വിഷയം. ഹൃദയത്തിന്റെ ഭാരമാണ് അല്ലാഹു നോക്കുന്നത്, ശരീരത്തിന്റെ ഭാരമല്ല. നല്ല ആരോഗ്യമുള്ള, ജിമ്മിനൊക്കെ പോയി 6 പാക്കോ ഇനി എത്ര പാക്കാ പറ്റിയെന്ന് വെച്ചാൽ അതൊക്കെ ഉള്ള ആളുകൾ ചില പ്രതിസന്ധി വരുമ്പോ ബോധം കെട്ട് വീഴുന്നത് കാണാം. ഹൃദയത്തിന് പവറില്ല, അതാ പ്രശ്നം. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് അമ്പിയാക്കന്മാർ. പ്രവാചകന്മാരെ മുഴുവനും പ്രതിസന്ധികളിലൂടെ അള്ളാഹു കൊണ്ടുപോയിട്ടുണ്ട്. എന്തിനെന്നറിയുമോ? അവരുടെ ഹൃദയങ്ങൾക്ക് ബലം കിട്ടാനാണത്. സുഖലോലുപതയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഖൽബിന് പവർ ഉണ്ടാവില്ല. കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിക്കുന്നവരുടെ ഹൃദയം വളരെ പവർഫുൾ ആയിരിക്കും. ശരിയല്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് വന്ന മഹാനാണ് അയ്യൂബ് അലൈഹിസ്സലാം. അയ്യൂബ് അലൈഹിസ്സലാം അംബിയാക്കന്മാരിൽ സയ്യിദുസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവരുടെ നേതാവ് എന്നറിയപ്പെടുന്ന നബിയാണ് നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം. സയ്യിദുസ് സ്വാബിരീൻ. അല്ലാമ ഇബ്നു ഹിബ്ബാൻ തങ്ങള്, മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ അവരുടെ മുസ്നദില്, ഇബ്നു ഹിബ്ബാൻ തങ്ങളുടെ സ്വഹീഹിലൊക്കെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിന്റെ വിവരണങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരുന്നത് ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണ്. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണത്. മഹാനവറുകളെ ബാബിലോണിയയിലെ രാജാവ് ദുഷ്ടനായ നമ്രൂദ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. തീക്കുണ്ഠാരമുണ്ടാക്കി എറിഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം നടന്നത് ഇന്ന് തുർക്കിയുടെ ഭാഗമാണ്. ഇറാഖിന്റെ പഴയ ഇറാഖിന്റെ ബോർഡറാണ് അതൊക്കെ. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് ഖായിഫൻ യതറഖബ് ഫറോവയുടെ പോലീസുകാരെ പേടിച്ചോടിയിട്ടുണ്ട്. കൈറോവിൽ നിന്ന് ഇന്ന് കിടക്കുന്ന ജോർഡാനിന്റെ ഭാഗമായിരുന്ന ഖനാനിലേക്ക് ഓടിയിട്ടുണ്ട് മൂസ നബി അലൈഹിസ്സലാം. മിനിമം 1700-1800 കിലോമീറ്റർ കാണും. നമ്മളൊക്കെ ആ വഴിക്ക് ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് സീനാ മരുഭൂമിയിലൂടെ. എങ്ങനെയായിരിക്കും റബ്ബേ മൂസ നബി ഓടിയത് അലൈഹിസ്സലാത്തു വസ്സലാം? എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും? ഖായിഫൻ യതറഖബ്. എന്നിട്ട് എത്തിയതാണ് ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ നാട്. വാദി ഷുഐബ് എന്ന് പറഞ്ഞ് ജോർഡാനിലെ അമ്മാനിലാണ്. അല്ലാഹു പരീക്ഷണങ്ങളിലൂടെ അംബിയാഇനെ കൊണ്ടുപോവുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗർ ഗുഹയിൽ ഒളിഞ്ഞിരുന്നിട്ടുണ്ട്. മദീനയിലേക്കുള്ള ഹിജ്റയിൽ ശത്രുക്കൾക്ക് പിടികൊടുക്കാതിരിക്കാൻ ജബൽ തൗറിൽ അല്ലാഹുവിന്റെ ഹബീബും ഥാനിയതൈനി ഇദ്ഹുമാ ഫിൽ ഗാർ إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. അള്ളാഹുവിന്റെ ഹബീബിനെ ചിലന്തി വല നെയ്തുകൊണ്ടും ആടപ്രാവിനെ അയച്ചുകൊണ്ട് ശത്രുക്കളുടെ പിടുത്തത്തിന് രക്ഷപ്പെടാൻ ചുട്ടുപഴുത്ത മരുഭൂമിയിലെ ചുട്ടുപഴുത്ത് കിടക്കുന്ന മലയുടെ പാറക്കെട്ടിന്റെ ഉള്ളിലാണ് ഹബീബ് താമസിച്ചത് 3 ദിവസം. എന്തിനാണ്? ഹബീബിന്റെ ഖൽബിനെ അല്ലാഹു ശക്തിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത്, അല്ലാഹുവേ വലാ തുഖ്സിനി ولا تخزني يوم يبعثون. ഖിയാമത്ത് നാളിൽ മനുഷ്യർക്ക് അല്ലാഹു പുനർജന്മം നൽകുന്ന നാളിൽ അല്ലാഹുവേ അപമാനപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞാൻ പോകരുതേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. നിങ്ങൾ ഉണ്ടാക്കി വെച്ച വീടോ നിങ്ങളുടെ വാഹനമോ നിങ്ങളുടെ തോട്ടമോ കച്ചവടമോ ഒന്നുമേ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഉപകാരപ്പെടാൻ പോകുന്നില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സുരക്ഷിതമായ ഹൃദയത്തോടുകൂടെ ആര് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നുണ്ടോ അവര് മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. സുരക്ഷിതമായ ഹൃദയം. അല്ലാഹുവിനോട് വെറുപ്പ് തോന്നരുത്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ, രോഗം വരുമ്പോ അല്ലാഹുവിനെ പഴിചാരരുതേ. നമ്മുടെ മക്കൾക്ക് വിഷമം വരുമ്പോ, നമ്മുടെ വീട്ടുകാർക്ക് അസുഖങ്ങൾ വരുമ്പോ, നമുക്ക് അസുഖങ്ങൾ വരുമ്പോ ഉടമസ്ഥനായ അല്ലാഹുവിനോട് വെറുപ്പ് തോന്നരുത്. അല്ലാഹു തആല പരീക്ഷണം നൽകുന്നത് ദേഷ്യം കൊണ്ടല്ല. അല്ലാഹു സുഖസൗകര്യം നൽകുന്നതും അല്ലാഹുവിന്റെ ഇഷ്ടം കൊണ്ടുമല്ല. നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സൗകര്യങ്ങൾ തരുന്നത് അല്ലാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല. അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നതും അല്ലാഹുവിന്റെ ദേശത്തിന്റെ അടയാളവും അല്ല. ഇത് രണ്ടും പരീക്ഷണമാണ്. നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നാണ് അല്ലാഹു നോക്കുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു. മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം തെറ്റ് ചെയ്തതിന്റെ പേരിലാണോ? അല്ലല്ലോ. ഒരു പരീക്ഷണം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്തിട്ടായിരിക്കും. ആവണമെന്നില്ല. ഇന്നാ വജദ്നാഹു സാബിറാ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ശരീരമാസകലം വ്രണങ്ങളായി മുറിവുകളായി അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷണത്തിൽ കഴിയുമ്പോ, ഇന്നത്തെ പഴയകാല യമൻ, ഇന്നത്തെ ദഫാർ, ഇന്ന് ഒമാനിലെ സലാലയിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മഖാമുണ്ട്. ഇന്നാ വജദ്നാഹു സാബിറാ. അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമിക്കുന്നവരാണെന്ന് മഹാനവറുകൾ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇന്നാ വജദ്നാഹു സാബിറാ. അയ്യൂബ് നബി അലൈഹിസ്സലാം നന്നായി ക്ഷമിക്കുന്നവരാണ്.
നിഅമൽ അബ്ദു, എന്റെ ദാസൻ എത്ര നല്ല ദാസനാണ്. ഇന്നഹു അവ്വാബ്, ആ മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന നല്ലൊരു സൃഷ്ടിയാണ്, എന്റെ അടിമയാണ്. അല്ലാഹു കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ് നിഅമൽ അബ്ദ്. മഹാനവറുകൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ്. പക്ഷെ പരീക്ഷണം വന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ലബിഥ അയ്യൂബ് അലൈഹിസ്സലാം ഫീ ബലാഇഹി 18 സന ആമൻ. 18 വർഷമാണ് രോഗം ബാധിച്ചു കടന്നത്. 18 വർഷം. എങ്ങനത്തെ രോഗം എന്നറിയോ? മുറിവുകളായി പുഴുക്കളരിക്കുന്ന വിധമുള്ള രോഗമുണ്ടായി. നാട്ടുകാരും വീട്ടുകാരൊക്കെ പിന്നെ നോക്കാണ്ടായിപ്പോയി. പക്ഷേ പ്രവാചകൻ എന്ന നിലയിൽ മഹാൻ ചെയ്യേണ്ട ദൗത്യം നിർവഹിച്ചതിന്റെ ശേഷമാണ് ഈ പരീക്ഷണം എന്നതാണ് അതിൽ. ദഅവത്ത് ചെയ്യുന്ന സമയത്ത് വ്രണങ്ങളുമായിട്ട് ആൾക്കാരുടെ ചെല്ലാൻ പറ്റില്ലല്ലോ. ജനങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുത്തു, ഉത്തരവാദിത്വങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നൊരു 18 കൊല്ലം പ്രയാസത്തിന്റെ ലോകമാണ്. കൂടെയുള്ളവരും വീട്ടുകാരും പ്രിയപ്പെട്ട ഭാര്യയായ റഹ്മ ബീവി ഒഴികെ ആരും കൂടെയില്ല. എല്ലാവരും ഉപേക്ഷിച്ചു പോയി. ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, ഒക്കെ പോയി. നബി തങ്ങൾ പറഞ്ഞു, ഫറഫളഹുൽ ഖരീബു വൽ ബഈദു ഗൈറ അഖവൈനി ലഹ്. മഹാനവറുകളുടെ ബന്ധുക്കളിൽപ്പെട്ട 2 സഹോദരന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, അവർ അയ്യൂബ് നബിന്റെ കൂടെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം ജ്യേഷ്ഠൻ പറഞ്ഞു അനുജനോട്, അയ്യൂബ് എന്നവര് കേൾക്കണ്ട. തങ്ങൾ പറയാ ഹദീസാണ്. قال أحدهما للآخر تعلم أن أيوب أصاب ذنبا عظيما. എനിക്ക് തോന്നുന്നത് അയ്യൂബ് എന്നവരെ വലിയൊരു കുറ്റം ചെയ്തിട്ടുണ്ട്. അതിന് അല്ലാഹു നൽകുന്ന ശിക്ഷയായിരിക്കണം ഇത്. കുറെ നേരം ഇങ്ങനെ ഇരുന്ന് ഒരുപാട് ദിവസമായി, 18 കൊല്ലായില്ലേ. എനിക്ക് തോന്നുന്നത് അയ്യൂബ് നബിക്ക് എന്തോ കാര്യമായൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ അല്ലാഹു നൽകുന്ന പരീക്ഷണമാണിതെന്നാണ്. അപ്പൊ അനുജൻ ചോദിച്ചു, വലിമ, എന്തേ കാരണം? എന്തേ നിങ്ങൾക്ക് അങ്ങനെ അയ്യൂബ് എന്നവര് വലിയ തെറ്റ് ചെയ്തു തോന്നാൻ കാരണം? لأن الله ابتلاه منذ 18 عاما ما رفع عنه. 18 കൊല്ലമായിട്ട് ഈ അസുഖത്തിൽ നിന്ന് മോചനമുണ്ടായില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു നൽകിയ പരീക്ഷണമായിരിക്കണം, ശിക്ഷയായിരിക്കണം. എഴുന്നേറ്റ് പോയപ്പോ ഈ അനുജന് വല്ലാണ്ട് വേദനിച്ചു. അയ്യൂബ് നബിയോട് ചെന്ന് പറഞ്ഞു, അയ്യൂബ് നബിയേ, ഇന്ന അഖീ യഖൂലു ഇന്നക ഇർതകബ്ത ദംബൻ അദീമാ. എന്റെ ജ്യേഷ്ഠൻ പറയുന്നുണ്ട്, അയ്യൂബ് നബിയെ, നിങ്ങൾ കാര്യമായ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അല്ലാഹു ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകിയില്ല? അപ്പൊ നിങ്ങൾക്കൊരു കാര്യമായ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തായിരിക്കും അത് എന്ന് ചോദിക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അന ലാ അഅരിഫു ശൈഅൻ മിൻ ദാലിക്. അങ്ങനെ ഒരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. غير أني إذا سمعت الرجل يحلف فأخاف أن ينحث فأرجع إلى بيتي فأكفر عنه. ഞാൻ ചെയ്യുന്ന ഒരു പണി, ഏതെങ്കിലും ഒരാൾ വല്ലാഹി എന്ന് പറഞ്ഞ് സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ, വല്ലാഹി ഞാൻ ഇത് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഖസമാണ്, അത് സത്യം ചെയ്ത് പറയലാണ്. അത് ചെയ്തിട്ട് ഒരാൾ പറഞ്ഞതിന് എതിര് ചെയ്താൽ ചില പ്രായശ്ചിത്തം, കഫാറത്ത് ചെയ്യണം. ഒന്നുകിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കേ, 3 ദിവസം നോമ്പെടുക്കേ, അടിമയെ മോചിപ്പിക്കേ. ശറഇൽ പല വിധത്തിൽ അതിന്റെ കഫാറത്ത് കാണാൻ കഴിയും. അയ്യൂബ് നബി പറഞ്ഞു, ആരെങ്കിലും ഒരാൾ വല്ലാഹി എന്ന് അല്ലാഹുവിന്റെ നാമം വെച്ച് സത്യം ചെയ്ത് പറയുന്നത് കേട്ടാൽ, ഞാൻ വിട്ടുപോയിട്ട് അയാൾ ആ സത്യം പിഴക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടിയിരുന്ന പിഴ ഞാൻ എന്റെ പൈസ എടുത്ത് പാവങ്ങൾക്ക് ഞാൻ കൊടുക്കും. ആ മനുഷ്യൻ അല്ലാഹുവിനെ പറ്റി പറഞ്ഞതിൽ ഒരു വീഴ്ച വരുത്തിയത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം അയാൾക്ക് വരണ്ട എന്ന് വിചാരിച്ച് ഉപകാരം ചെയ്യുന്നൊരു കാര്യമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നല്ലാതെ തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആര് പറഞ്ഞു? നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം.
ആരോ ചെയ്യുന്ന സത്യത്തിന് ആ സത്യം പിഴച്ചുപോയാൽ കൊടുക്കേണ്ട പിഴ അല്ലെങ്കിൽ കഫാറത്ത്, അതിന്റെ എക്സ്പിയേഷൻ ആര് കൊടുക്കും? അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇത്രേ ചെയ്യുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹുവിന്റെ ഇസ്മ വെച്ച് സത്യം ചെയ്യുന്നത്, അള്ളാഹുവിന്റെ നാമം വെച്ച് സത്യം ചെയ്ത് കളിക്കുന്നത് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ സഹിക്കാൻ കഴിയില്ല. ഇമാം മുസ്ലിം എന്നിവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, സ്വഹീഹ് മുസ്ലിമിൽ അബൂ ഹുറൈറ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈസ നബിയെ കുറിച്ച് പറയാൻ, അബ്സറ ഈസ അലൈഹിസ്സലാം റജുലൻ യസ്രിഖ്. ഈസാ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യൻ മോഷണം ചെയ്യുന്നത് കണ്ടു. അതൊന്നുകിൽ ജെറിക്കോയിലോ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തിലോ ആയിരിക്കണം. ഈസാ നബിയുടെ നാട് ഫലസ്തീനാണ്. ഈസാ നബി ജനിച്ച സ്ഥലം ബത്ലഹേമാവാൻ ഇടയില്ലെന്നും ചരിത്രപരമായും ആ സാഹചര്യം നോക്കിയാൽ ജെറിക്കോയിലാവണമെന്നാണ്. ജെറിക്കോ ഫലസ്തീൻ 30 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ജെറിക്കോയാണ് ഏറ്റവും ദ ലോവസ്റ്റ് ആൻഷ്യന്റ് സിറ്റി ഓൺ എർത്ത്, ലോകത്തെ ഏറ്റവും പുരാതനമായ, എന്നാൽ ഭൂമിയുടെ സീ ലെവലിൽ നിന്ന് 300ഓളം മീറ്റർ താഴെ കിടക്കുന്ന നല്ല ചൂടുള്ള പ്രദേശം. അവിടെയാണ് മറിയം ബീവിയോട്, മറിയമേ നിങ്ങൾ ഈത്തപ്പന കുലുക്കുക എന്ന് പറഞ്ഞാൽ ഈത്തപ്പന ഉണ്ടാകുന്നത് ഫലസ്തീനിൽ ജെറിക്കോയിൽ മാത്രമാണ്. അതുകൊണ്ട് അവിടെ ആയിരിക്കണം. ഈസാ നബിയുടെ ചരിത്രങ്ങളുള്ള സ്ഥലമാണ് ദ മൗണ്ടൻ ഓഫ് ടെംപ്റ്റേഷൻ, അവിടെയാണ്. ഇരിക്കട്ടെ. അപ്പോ ഈസാ നബി അലൈഹിസ്സലാം ഒരാൾ മോഷണം ചെയ്ത് കണ്ണിൽ കാണുകയാണ്. ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, നീ മോഷണം ചെയ്യുകയാണോ? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ സറഖ്, അല്ലാഹനെ തന്നെയാണ് സത്യം, ഞാൻ മോഷണം ചെയ്തിട്ടില്ല. ഇതങ്ങ് പറഞ്ഞപ്പോ ഈസാ നബി കണ്ടതാണത്, അവൻ മോഷണം ചെയ്യുന്നത്. പക്ഷെ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞുപോയി? വല്ലാഹി എന്ന് പറഞ്ഞുപോയി. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ സറഖ്തു എന്ന് പറഞ്ഞപ്പോ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടിയുണ്ട്, ആമൻതു ബില്ലാഹ്, ഏതൊരു അല്ലാഹുവിനെയാണോ നീ സത്യം ചെയ്യുന്നത് ആ അല്ലാഹുവിനെ ഞാൻ വിശ്വസിച്ചു. വകദബത് ബസ്വരി, എന്റെ കണ്ണാണ് നുണ പറഞ്ഞത്, നീ കേട്ടിട്ടില്ല. വല്ലാഹി, അള്ളാഹിനെ പറ്റി നുണ പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നീ പറഞ്ഞ റബ്ബിനെ ഞാൻ വിശ്വസിച്ചു, വല്ലാഹി എന്ന് പറഞ്ഞത്. നുണ പറഞ്ഞത് എന്റെ കണ്ണാണ്, ഞാൻ കണ്ടതാണ് പഴച്ചത്, നീ ചെയ്തിട്ടില്ല എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വളരെ മനോഹരമായ സ്വഭാവ ഗുണങ്ങൾ ഒരുപാട് ചരിത്രങ്ങളിൽ, ഹദീസുകളിൽ, അഥറുകളിലൊക്കെ കാണാൻ കഴിയും. ആമൻതു ബില്ലാഹി വകദബതു ബസ്വരി. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ, അന്ന് അടിമ സ്ത്രീകളുള്ള കാലമാണ്. അടിമ സ്ത്രീകളെ ഉടമപ്പെടുത്തുന്ന ആളുകൾക്ക് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശറഇൽ ജായിസാണ്, പറ്റുന്ന കാര്യമാണ്. അവർ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ അവർ സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്യും. അടിമ സമ്പ്രദായം ലോകത്ത് മിനിമം 150 വർഷങ്ങൾക്ക് മുമ്പ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി എന്നാ പറയാം. അങ്ങനെ ഒരു സമ്പ്രദായം ലോകത്തില്ല. അടിമകൾക്കില്ല, അടിമകളുടെ നിയമം ഇപ്പൊ പ്രാബല്യത്തിലില്ല. വമാ മലക്കത്ത് ഐമാനുക്കും എന്ന് ഖുർആൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. അപ്പോൾ ഒരു അടിമയെ അതിന്റെ ഉടമസ്ഥന് വെൽക്കൽ ജായിസാണ്. പക്ഷെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നപ്പോ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അടിമ സ്ത്രീയുടെ കൂടെ ഇത് കണ്ടപ്പോ മഹദിക്ക് വല്ലാത്ത ഒരു ദേഷ്യം വന്നു. കത്തിയെടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവരുടെ കൂടെ കിടക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചു വന്നു എന്നാണ്. ഈ സംഭവം അല്ലാമ ഇബ്നു അബ്ദുൽ ബർ എന്നിവർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ആധികാരികമായ സംഭവമായിട്ട് തന്നെ ഇവിടെ മക്കൾ പറയാം. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. മാ ഫഅൽതു. അപ്പോ സംഗതി നടന്നിട്ടൊന്നുമില്ല, പക്ഷെ അതിന്റെ ഒരുക്കങ്ങളിലായിരുന്നു എന്നർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഖുർആൻ ഓത് എന്ന് പറഞ്ഞു. ഇൻ കുൻത സാദിഖൻ ഫഖറ ശൈഅൻ മിനൽ ഖുർആൻ. അപ്പൊ നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എന്ത് ചെയ്യണം? ഖുർആൻ ഓതണം. നിങ്ങൾക്ക് കുറച്ച് ഖുർആൻ ഓതിത്താ എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി കൊടുത്തില്ല. തെറ്റിദ്ധാരണ, അള്ളാഹിന്റെ മുമ്പിൽ കളവ് പറയാൻ പറ്റൂലല്ലോ. അവർക്കാണെങ്കിലോ ഖുർആൻ അന്ന് അറിയില്ല. അബ്ദുല്ലാഹ് റവാഹ തങ്ങളുടെ ഭാര്യയ്ക്ക് അറിയില്ല. അപ്പൊ മഹാൻ ഇങ്ങനെ ഷഹിദ്തു ബി അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ
وأن النار مثوى الكافرين وأن العرش فوق الماء طاف وفوق العرش رب العالمين وتحمله ملائكة غلاظ ملائكة الإله مسومين. ഇത് പാട്ടാണ് സംഗതി, പക്ഷെ മുപ്പത്തേര് വിചാരിച്ച ഖുർആൻ തന്നെയാണ്. അങ്ങനെ ആ മഹദി കത്തിയുടെ താഴിട്ടിട്ട് പറഞ്ഞു, ആമൻതു ബില്ലാഹി വകദബത് ബസ്വരി, അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചു, എന്റെ കണ്ണാണ് നുണ പറഞ്ഞത് എന്ന് പറഞ്ഞ് കത്തിയോടെ ഇട്ടു. അപ്പോ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ചെന്നപ്പോ മഹാൻ പറഞ്ഞ വാക്ക്, ആരെങ്കിലും അള്ളാഹുവിനെ വെച്ച് തമാശ രൂപേണ സത്യം ചെയ്തു പറഞ്ഞാൽ ആ സത്യം പാലിക്കാതിരുന്നാൽ കൊടുക്കേണ്ട പ്രായശ്ചിത്തം ഞാൻ എന്റെ പൈസയിൽ നിന്ന് കൊടുക്കാറാണ് പതിവ്. അങ്ങനത്തെ എന്നെയാണോ നിങ്ങൾ തെറ്റിദ്ധരിച്ചത് എന്ന് ചോദിച്ചു. അല്ലാഹു തആല അത്ഭുതകരമായി ശിഫ കൊടുത്തു. ഉർഖുദ് ബിരിജ്ലിക ഹാദാ മുഗ്തസലും ബാരിദുൻ വശറാബ്. അയ്യൂബ് നബിയെ കാലുകൊണ്ട് ഒന്ന് ചവിട്ടുക, സ്ട്രൈക്ക് വിത്ത് യുവർ ലെഗ്. കാലുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്ന് ചവിട്ടി നോക്കുക ഭൂമിയിൽ. ഹാദാ മുഗ്തസലുൻ, നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം. ബാരിദുൻ, തണുത്ത വെള്ളം. വശറാബ്, കുടിക്കാൻ പറ്റുന്നതും അവിടെ നിന്ന് ഉറവയായി വരും. ആ വെള്ളമാണെന്നാണ് ഇന്നും ഒമാൻ സലാലയിലെ ജബൽ അയ്യൂബിന്റെ താഴ്വാരത്ത് കിടക്കുന്ന ആ ഒരു കിണർ. തണുത്ത വെള്ളമാണ്, പോയവർക്ക് അറിയാൻ പറ്റും. നല്ല തണുപ്പാണ്. ഒരു ഒറ്റ കിണറേ അവിടെ ഒരു കിണർ, ചെറിയ കുളം പോലെ. മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. അവിടുന്ന് കുളിക്കുകയും കുടിക്കുകയും ചെയ്ത് ശരീരത്തിന് അല്ലാഹു ശിഫ കൊടുത്തു. ഒറ്റ ദുആ മഹാൻ ദുആ ചെയ്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇന്നി മസ്സനിയൽ-ളുർ ربي إني مسني الضر وأنت أرحم الراحمين. നമ്മളൊക്കെ അസുഖം വരും, പഠിച്ചോനെ ശിഫ തരണേ റബ്ബേ, എനിക്ക് ഡോക്ടറെ അടുത്ത് പോകാതെ ശിഫ കിട്ടണേ, ഓപ്പറേഷൻ ഇല്ലാതെ ശിഫ കിട്ടണേ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുക. ചിലപ്പോൾ ഒരു രോഗത്തിന്റെ ശിഫ ഓപ്പറേഷനിലായിരിക്കും, മരുന്ന് കുടിച്ചാലായിരിക്കും. അതൊന്നും കുടിക്കാതെ കിട്ടണേന്ന് ചോദിക്കാൻ പാടില്ല എന്ന് അതിന്റെ അദബ് അങ്ങനെയാണ്. അള്ളാഹു എന്താണ് അതിന്റെ ശിഫാഇന് കാരണമായി വിധിച്ചത്, അതിന് നമ്മൾ ഇന്നോടത്തേ പറ്റൂ. അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്ത ദുആ എങ്ങനെയെന്നറിയോ? അള്ളാഹുവിന് ശിഫയാക്കി കൊടുത്തത് ഒറ്റ സെന്റൻസ് ഖുർആൻ പറഞ്ഞത്. റബ്ബി ഇന്നി മസ്സനിയൽ-ളുർ, അല്ലാഹുവേ എനിക്ക് പ്രയാസം വന്നിരിക്കുന്നുവല്ലോ റബ്ബേ, നിനക്കതറിയാമല്ലോ. ഒന്നാകെ വന്ന് നാവ് വരെ സുബ്ഹാനല്ലാഹ് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ പറഞ്ഞ വാക്കാണ് റബ്ബി, എന്റെ റബ്ബേ, ഇന്നി ഞാൻ, എനിക്ക്, മസ്സനിയൽ-ളുർ, പ്രയാസം എന്നെ വന്ന് തൊട്ടിട്ടുണ്ട്. മസ്സ യമസ്സു എന്ന് പറഞ്ഞാൽ തൊടുക എന്നാണ്. ഓ അല്ലാഹ്, മിസ്ചീഫ് ഹാസ് ടച്ച്ഡ് മീ, എന്നെ പ്രയാസം എന്നെ വന്ന് തൊട്ടിട്ടുണ്ട്. വ അൻത അർഹമുർ റഹീമീൻ, നീ ഏറ്റവും വലിയ കാരുണ്യവാനല്ലയോ പടച്ചവനെ. അതിനിടക്ക് എനിക്ക് മാറ്റിത്തരണേ എന്ന് പറഞ്ഞോ? ഇല്ല. എനിക്ക് പ്രയാസം വന്നിട്ടുണ്ട്, നീക്കിത്തരണേ എന്ന് പറഞ്ഞോ? അതും പറഞ്ഞില്ല. എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു റബ്ബേ, നീ ഏറ്റവും വലിയ കാരുണ്യവാനല്ലയോ. അപ്പോഴാ വഹി ഇറങ്ങുന്നത്. ഉർഖുദ് ബിരിജ്ലിക്, കാലുകൊണ്ടടിച്ചു നോക്കൂ മണ്ണിൽ, അവിടെ നിങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം അല്ലാഹു നൽകി ഒരുക്കി വെച്ചിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാം കുളിക്കാൻ തുടങ്ങി. വെള്ളം തട്ടുമ്പോഴേക്ക് സ്കിന്നൊക്കെ ഇങ്ങനെ മാറി വരും. സുബ്ഹാനല്ലാഹ്. ചില ക്രീമിന്റെ പരസ്യമൊക്കെ കാണും അങ്ങനെ. എത്ര ഡാർക്ക് സ്കിന്നാണെങ്കിലും ആണ് തേച്ചാൽ വെളുത്തു വരും എന്നൊക്കെ പച്ചന്നോണ പറയണം. അപ്പോ ഇതങ്ങനെയല്ല, ഇത് മുഅ്ജിസത്താണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ന അയ്യൂബ കാന യഗ്തസിലു ഉരിയാന, ശരീരം മുഴുവനും മുറിവായതിന്റെ പേരിൽ വസ്ത്രം കഴിച്ചു വെച്ചിട്ട് മഹാൻ ഒറ്റയ്ക്ക് കുളിക്കുക. അവിടെ ആരുമില്ല. ആ ഒരു മല, ആ കുളം കണ്ടാൽ തന്നെ മനസ്സിലാവും അവിടേക്ക് ഇറങ്ങാൻ തന്നെ വലിയ പാടാണ്. കോണിയൊക്കെ കുത്തിപ്പിടിച്ച് ഇറങ്ങണം. ഇപ്പൊ ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് വൈഡായിട്ട്. മഴവെള്ളമൊക്കെ വന്നിട്ട് അതിന്റെ നടുവിലൂടെ ചാലായിട്ട് അവിടെ ഇറങ്ങാൻ പ്രയാസമാണ്. കല്ലൊക്കെ ചവിട്ടിപ്പോയാൽ അങ്ങ് വീണാൽ താഴേക്ക് വീണു പോവുകയും ചെയ്യും. അപ്പൊ കുറച്ച് ഡേഞ്ചറസ് പോയിന്റ് ആണ്. ഒരു വലിയ മല താഴേക്ക് ഇറങ്ങി ആ മലയുടെ കൂർത്ത് വരുന്നൊരു ഇടയിലാണ്. മേലൊക്കെ മലയാണ്, താഴെയും മലയാണ്, അതിന്റെ ഇടക്കാണ് ഈ വെള്ളം കാണുക. അപ്പോ ഞാൻ ആ വെള്ളം കണ്ടിട്ടുണ്ട്, കുളിച്ചിട്ടും കുടിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ട് പറയാം.
അപ്പൊ അവിടെ മഹാനവറുകൾ വസ്ത്രയച്ചു കുളിക്കുകയാണ്. അപ്പോണ്ട് സ്വർണത്തിന്റെ വെട്ടുകിളികൾ ദേഹത്തേക്ക് വന്നിങ്ങനെ വീഴുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. വെറുതെ അങ്ങ് തട്ടിവിടല്ല. ഇമാം ബുഖാരി ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണിത്. فجاء فخذ جراد من ذهب فجعل يحثو في ثوبه. ആ സ്വർണത്തിന്റെ വെട്ടുകിളികൾ സ്വർണ്ണം ഇങ്ങനെ ദേഹത്ത് വന്ന് വീഴാണ്. അപ്പൊ അയ്യൂബ് അലൈഹിസ്സലാം കുളിയൊക്കെ നിർത്തിയിട്ട് ആ സ്വർണ്ണം ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വാരിക്കോരെടുക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ വിളി വന്നു, യാ അയ്യൂബ്, അയ്യൂബേ അലൈഹിസ്സലാം, അവലം അകുൻ അഗ്നൈതുക, ഇതിന്റെ ആവശ്യം നിങ്ങൾക്കുണ്ടായിരുന്നോ അയ്യൂബ് നബിയെ? നിങ്ങൾ കുളിച്ചിട്ട് പോയാ പോരെ, ഈ മുതൽ വാരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, യാ റബ്ബ്, അല്ലാഹുവേ, ലാ ഗിനാലി അൻ ബറകതിക്, നിന്റെ ബറക്കത്ത് ഇങ്ങനെ ദേഹത്ത് വന്ന് വീഴുമ്പോൾ അത് വേണ്ടാന്ന് പറയാൻ മാത്രം അയ്യൂബായിട്ടില്ല റബ്ബേ, ഞാൻ അതുകൊണ്ടാണ് എടുത്തുകൂട്ടുന്നത് എന്ന് പറഞ്ഞു അയ്യൂബ് അലൈഹിസ്സലാം. അങ്ങനെ കുളിയും കഴിഞ്ഞ് സ്വർണവും കൊണ്ടാണ് വീട്ടിലേക്ക് ചെന്നത്. ശരീരമൊക്കെ മാറിയിട്ട് ഇങ്ങോട്ട് സുമുഖനായിട്ട് വളരെ എക്സ്ട്രീംലി ഹാൻസം ആൻഡ് ഗുഡ് ലുക്കിംഗ്. ഭാര്യ ചോദിച്ചു, എന്റെ അയ്യൂബ് നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഐ ബാറകല്ലാഹു ഫീക് അമാ റഅയ്ത അയ്യൂബ് ദാക്കൽ മുബ്തല, അസുഖമായി കിടക്കണ അയ്യൂബ് കണ്ടിട്ടില്ലേ, മൂപ്പര് എവിടെയെന്ന് ചോദിച്ചു. അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞു, അനതാ, ഞാൻ തന്നെയാണത്. നിങ്ങളോ? അപ്പൊ കഥ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് മോളെ ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്. ഇന്നാ വജദ്നാഹു സാബിറാ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. എത്ര പരീക്ഷണങ്ങൾ വന്നിട്ട് പോലും അല്ലാഹുവിനോടൊരു പരാതിയും ഒരു ചീത്ത പറച്ചിലും അയ്യൂബ് അലൈഹിസ്സലാം ചെയ്തിട്ടില്ല. നമ്മളൊരു തലവേദന വന്ന 4 ഡയലോഗ് അള്ളാഹിനെ പറ്റി പറയില്ലേ? ഒരു പനി വന്നാൽ, ഇച്ചിരി ഒരു ഊരവേദന, കാലുവേദന, മുട്ടുംകാല് വേദന, ആ കാല് തന്ന പടച്ചോന് ഇത്രയും 50 വയസ്സ് വരെ ഒരു ടാക്സും കൊടുക്കാതെ നടന്നതാണ്. പക്ഷെ ഒരു 50 കഴിയുമ്പോൾ ഒരു മുട്ടുവേദനയൊക്കെ സ്വാഭാവികമല്ലേ? വണ്ടി സർവീസിന് കൊടുക്കണ പോലെ സർവീസൊന്നും ചെയ്യണില്ലല്ലോ, ഇങ്ങനെ ഓടില്ലേ, അപ്പൊ ചിലപ്പോ വേദനയൊക്കെ വരും. അപ്പൊ തുടങ്ങും അങ്ങനത്തെ കാല്, ഇങ്ങനത്തെ കാല്. ആര് തന്ന കാലിനെ പറ്റിയായി പറയണത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന കാലിനെ പറ്റി അങ്ങനെ പറയരുത്. ആ പറച്ചിലോടുകൂടെ നിങ്ങളുടെ കൂലി അവിടെ നഷ്ടപ്പെടുക. അത് പറയാതിരിക്കലാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. നിഅമൽ അബ്ദു, എന്റെ അടിമകളിൽ ഏറ്റവും എത്രയും നല്ല അടിമയാണ് അയ്യൂബ്. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരായിരുന്നു അയ്യൂബ് അലൈഹിസ്സലാം. അസുഖായപ്പോഴും ഒരു ദിക്ർ നിർത്തിയിട്ടില്ല എന്നാണ്. ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന, പണ്ഡിത ലോകത്ത് അറിയപ്പെടുന്ന അൽ ഇമാമുൽ കബീറുൽ അലം, ലോകപ്രശസ്തനായ ഒരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതനാണ് അഷ്ഹറുൽ മുഅവ്വിഖീൻ എന്ന് പറയുന്നത്. അംഗവൈകല്യങ്ങളിൽ പ്രസിദ്ധനായ ഒരു ഇമാമുണ്ട്, അബൂ ഖിലാബത്തുൽ ജർമി റളിയല്ലാഹു അൻഹു. അബൂ ഖിലാബ പണ്ഡിതനാണ്, ആലിമാണ്. പക്ഷേ 2 കൈയും 2 കാലും വർക്ക് ചെയ്യില്ല, കണ്ണിന് കാഴ്ചയുമില്ല. അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് എന്നവർ ഈ ചരിത്രം ഉദ്ധരിച്ചു. ഇമാം ഇബ്നു ഹിബ്ബാൻ എന്നവർ അവരുടെ കിതാബു സിഖാത്തിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് എന്ന മഹാനായ ഒരു യോദ്ധാവ് ഈജിപ്തിലേക്ക് വന്നു. ഈജിപ്തിൽ അദ്ദേഹത്തിന്റെ ഒരു ടെന്റിന്റെ അരികത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാളിങ്ങനെ ഓതുന്നത് കേൾക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നു. അത് ഈ മഹാനായ അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു ആയിരുന്നു, അബൂ ഖിലാബത്തുൽ ജർമി റളിയല്ലാഹു അൻഹു. എന്താ ഓതുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅന്ന അമല സ്വാലിഹൻ. നൽകിയ അനുഗ്രഹങ്ങൾ അതിനെല്ലാം ശുക്ർ ചെയ്യാൻ, നന്ദി പറയാൻ, അൽഹംദുലില്ലാ പറയാൻ, അല്ലാഹുവേ നിനക്ക് ശുക്ർ എന്ന് പറയാൻ ഒരുപാട് തൗഫീഖ് ചെയ്യണേ റബ്ബേ. എനിക്ക് ഒരുപാട് നിഅമത്ത് നീ തന്നില്ലേ, ഇതിനൊക്കെ അൽഹംദുലില്ലാ പറയാൻ തൗഫീഖ് താ റബ്ബേ. വേറൊന്നും പറയാതെ അൽഹംദുലില്ലാ പറയണം, അതിന് തൗഫീഖ് താ.
وأن نعمل صالحا ترضاه. റബ്ബേ, നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനും എനിക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. നിന്റെ കരുണയാൽ സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ചേർത്തി തരേണമേ എന്ന് മഹാനായ അബൂ ഖിലാബത്തുൽ ജർമി തങ്ങൾ ഇങ്ങനെ ദുആയിരക്കാണ്. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് എന്നവര് പറയാൻ, ഞാൻ അടുത്ത് നോക്കി ആരായി പറയണത്? ചെന്ന് നോക്കുമ്പോ രണ്ട് കണ്ണും കാണാത്തൊരു മനുഷ്യനാണ് ഈ പറയണത്. രണ്ട് കൈയും രണ്ട് കാലും വർക്ക് ചെയ്യണില്ല. ക്ഷയരോഗം ബാധിച്ചതാണ്. കണ്ണിന് കാഴ്ചയില്ല. യാ അല്ലാഹ്, ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഇത്രയെല്ലാം പരീക്ഷണങ്ങൾ ശരീരത്തിൽ കിടക്കുന്ന ആള്. നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റും അങ്ങനെയൊക്കെ. ഒരു കയ്യിന് കേടെന്നാൽ എന്താ അവസ്ഥ? ഒരു സ്ട്രോക്ക് വന്ന ഒരു സൈഡ് അങ്ങ് പോയി പോകും അല്ലേ? പിന്നെ പഴയ പോലെ റെഡിയായി കിട്ടണമെങ്കിൽ എത്ര പാടാണ്. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ കാലത്ത് നമ്മൾക്ക് അള്ളാഹു നൽകി അപ്പം ഇങ്ങനെ പറയും, എന്റെ കാലിപ്പോ പോയതുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാ ഭക്തരും ഞാൻ പള്ളിയിൽ പോയേനെ, എന്റെ കൈ പോയതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു സഹായത്തിനൊക്കെ ഞാൻ നിന്നു കൊടുത്തേനെ. അത് കിട്ടിയ കാലത്ത് നമുക്ക് തോന്നിയിട്ടില്ല, പോയപ്പോഴാണ് നമുക്ക് തോന്നുക. അല്ലാഹുമ്മ അരിഫ്ന നിഅമത ബിദവാമിഹാ ലാ ബിസവാലിഹാ എന്ന് മഹാന്മാർ ദുആ ചെയ്യും. അല്ലാഹുവേ, അനുഗ്രഹങ്ങൾ നീ എടുത്തു കൊണ്ടുപോകാതെ അത് നിലനിർത്തി തന്നുകൊണ്ട് അതിന്റെ വില മനസ്സിലാക്കി തരണമേ. നമുക്കൊന്നും പലതിന്റെയും വില അറിയില്ല. നമ്മൾ ഇല്ല 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 എന്നുള്ള ഈ ഇല്ലപ്പാട്ടുണ്ടല്ലോ, എനിക്കതില്ല, എനിക്കിത് കിട്ടിയിട്ടില്ല, അങ്ങനല്ല ഇങ്ങനല്ല. ഈ ഇല്ലപ്പാട്ട് നിർത്തണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നിഅമത്ത് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയാലാണ് മനസ്സിലാവുക. പടച്ചോനെ, അതൊക്കെ ഉണ്ടായപ്പോ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. എത്രയാ നമ്മൾ ലിവറിന്റെ ഒക്കെ വില? കിഡ്നിയിൽ കല്ലുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പ്രയാസം എത്രയാ? കിഡ്നിയുടെ അതിന്റെ ഫങ്ഷനിങ് ആണെങ്കിൽ എന്താണ് അതിന്റെ ഒക്കെ വില? നമ്മുടെ ഹാർട്ടിന്റെ വില എത്രയാണ്? ബ്രെയിൻ, പിന്നെ കയ്യും കാലും മറ്റൊന്നും പറയണ്ട. ഇതൊക്കെ ഉണ്ടായാലും നമ്മള് അല്ലാഹുവിന് ശുക്ർ. എണീക്കുമതല്ലേ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, മരിച്ചു കിടന്നതിന് ശേഷം എനിക്ക് ജീവൻ നൽകിയവനെ റബ്ബേ, നിനക്ക് സ്തുതി അല്ലാഹ്. ഇത് പറഞ്ഞിട്ടാ എണീക്കേണ്ടത്. പെണ്ണേ ചായ എന്ന് പറഞ്ഞിട്ടാ കാരണം അങ്ങനെ എണീക്കല്ലേ. എണീറ്റ ഉടനെ ചായ എവിടെയെന്നാ ചോദിക്കുക. എണീറ്റ ഉടനെ ദിക്റാ ചൊല്ലേണ്ടത്. പിന്നെ പറയണം, അല്ലാഹുമ്മ ബിക അസ്ബഹ്തു വബിക അംസൈതു വബിക നഹ്യാ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹത്താൽ നേരം വെളുത്തു റബ്ബേ. നീ അനുഗ്രഹിച്ചെങ്കിലേ ഇന്ന് വൈകുന്നേരത്തേക്ക് ഞാൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പള്ളിക്കാട്ടിലെത്തി ഉണ്ടാവും. വഇലൈക നുശൂർ, ഞാൻ എങ്ങനെ എണീറ്റ് ഉണരുകയും ഉറങ്ങുകയും എണീക്കുകയും ചെയ്താൽ പോലും വഇലൈക നുശൂർ, ഒരു ദിവസം എനിക്ക് എണീക്കാൻ കഴിയാത്ത ഒരു ഉറക്കത്തിലേക്ക്, ഒരു മരണത്തിലേക്ക് ഞാൻ പോവുക തന്നെ ചെയ്യും. മക്കൾ പറയും, വാപ്പ ഉറങ്ങിയിട്ട് ഉമ്മ ചായ ഉണ്ടാക്കി വിളിച്ചു നോക്കുമ്പോൾ വാപ്പ എണീക്കണില്ല. അപ്പളാ കണ്ടത് മരിച്ചിക്കണല്ലോ. അങ്ങനെ വരും. ചിലപ്പോൾ അറ്റാക്കായിരിക്കും, ആക്സിഡന്റ് ആയിരിക്കും. എന്തായാലും റബ്ബേ, നിന്നിലേക്ക് ഞങ്ങൾ തിരിച്ചു വരണം. ഇതും രാവിലെ പറയണമെന്നാണ്. اللهم ما أصبح بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك. അല്ലാഹുവേ, ഇന്ന് എനിക്കോ ലോകത്തുള്ള ഏതെല്ലാം കോടാനുകോടി 6 ബില്യൺ മനുഷ്യന്മാരുണ്ടെന്നാ പറയുന്നത്, 6 ബില്യൺ, ഇത്രയെല്ലാം മനുഷ്യർക്ക് കണ്ണും കാതും ചെവിയും ശരീരത്തിന്റെ ആരോഗ്യവും എല്ലാ നിഅമത്തും കൊടുത്ത റബ്ബേ, ഇതെല്ലാം ആർക്ക് കിട്ടിയിട്ടുണ്ടോ? ഫമിൻക വഹദക, നീ കൊടുത്തതാണ്, വേറെ ആരുമില്ല. ഇതൊരാൾ പറഞ്ഞാൽ അന്നത്തെ ദിവസത്തേക്കുള്ള ശുക്ർ ചെയ്തു കഴിഞ്ഞു. ഇതെല്ലാരും പഠിച്ചു വെക്കണം എന്നാണ് ഈ ഒറ്റ ദിക്ർ. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദു വലകശ് ശുക്ർ. ഇന്ന് നേരം വെളുത്തു റബ്ബേ, എനിക്കോ എന്റെ കൂടെയുള്ള കോടാനുകോടി മനുഷ്യർക്കോ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവേ ഫമിൻക വഹ്ദക, നിന്നിൽ നിന്ന് മാത്രമാണ്, വേറെ ആരും നിന്റെ കൂടെയില്ല. ദൈവങ്ങളായിട്ട് ഒരേ ഒരുത്തനായി റബ്ബേ, നീയാണത് അർഹതപ്പെട്ടവൻ. ഫലകൽ ഹംദു വലകശ് ശുക്ർ, നിനക്കാണ് നന്ദി, നിനക്കാണ് അല്ലാഹുവേ സ്തുതി. ഇത് പറയണം. അബൂ ഖിലാബത്തുൽ ജർമി റളിയല്ലാഹു അൻഹു, അല്ലാമ അബൂ ഖിലാബ, സൽമാനക്ക് കിതാബ് ഓതുമ്പോൾ കാണുന്ന വാക്കാണ് അബൂ ഖിലാബ. ഫിഖഹിന്റെ മസ്അലകളിൽ ഹദീസിൽ ഒക്കെ കാണാൻ പറ്റും അബൂ ഖിലാബ തങ്ങളെ. യാ അല്ലാഹ്, 2 കണ്ണുമില്ല, 2 കായുമില്ല, 2 കാലുമില്ല, അങ്ങനത്തെ മഹാനായിരുന്നു.
അദ്ദേഹമാണ് ഈ ദുആ ഇറക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ആയത്താണ് സൂറത്തുൻ നംലിലെ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅമല സാലിഹൻ തർളാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. ഇത് കേട്ടു നോക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് എന്നവർ ചെന്ന് ചോദിച്ചു, യാ അബ്ദല്ലാഹ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അലാ അയ്യി ശൈഇൻ തഹ്മദുല്ലാഹ്, എന്തിനാണ് നിങ്ങൾ അല്ലാഹുവിന് നന്ദി പറയേണ്ടത്? എന്തിനാ നിങ്ങൾ നന്ദി പറയുന്നത്? ഇതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കലേ റബ്ബേ, നന്ദി പറയുന്ന ആളാക്കണേ റബ്ബേ, എന്റെ നന്ദി നീ സ്വീകരിക്കണേ പടച്ചവനെ, നിനക്ക് ശുക്ർ ചെയ്യുന്നവനാക്കണേ. രണ്ട് കണ്ണുങ്ങൾക്ക് ഇല്ലല്ലോ, രണ്ട് കയ്യുമില്ല, അവിടെ കിടന്നോർത്ത് കിടന്നിട്ടായി പറയുന്നത് ഒരു ടെന്റിന്റെ ഉള്ളിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു, യാ അബ്ദല്ലാഹ്, ഞാൻ എന്തിനാണ് അള്ളാഹുവിനോട് നന്ദി പറയേണ്ടതെന്നറിയുമോ? അള്ളാഹു പർവ്വതങ്ങളായ പർവ്വതങ്ങൾ മുഴുവൻ എന്റെ മേൽ മറിച്ചിട്ടു എന്ന് വിചാരിക്കട്ടെ. ലൗ അർസലല്ലാഹുൽ ജിബാല ഫദമ്മറത്നി, സമുദ്രങ്ങളായ സമുദ്രങ്ങളിലെ വെള്ളമൊക്കെ കരകവിഞ്ഞൊഴുകി ഫഅഗ്റഖത്നി വൽ ബിഹാറ ഫഅഗ്റഖത്നി, എല്ലാ സമുദ്രങ്ങളും കൂടി എന്നങ്ങ് മുക്കിക്കളഞ്ഞു എന്നിരിക്കട്ടെ. മാ വഫൈതു നിഅമത റബ്ബി അലാ ഹാദൽ ലിസാനിൽ ദാകിർ, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ചൊല്ലുന്ന ഈ നാവിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ നമ്മളെ കൊണ്ടാകുമോ? അല്ലാഹു എന്ത് പരീക്ഷണം തന്നാലും, മലവ തന്നെ മറിച്ചിട്ടാൽ പോലും നാവിന് ശുക്ർ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. നാവിന്റെ ശുക്ർ നമുക്കൊരിക്കലും പൂർത്തിയാക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് സ്വഹീഹായ ഹദീസിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഒരു ചരിത്രമുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം റൈറ്റ് ബ്രദേഴ്സ് ഒക്കെ ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അന്തരീക്ഷത്തിൽ കാറ്റിൽ സഞ്ചരിച്ച മഹാനായ നബിയുല്ലാഹി സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം. ചരിത്രം വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? കുറച്ച് സമയമായിട്ട് ഇരിക്കുന്നതല്ലേ, എണീക്കാൻ പ്രയാസമുള്ളവരൊന്നും എണീക്കും വേണ്ടേ? അപ്പൊ നിൽക്കേണ്ടി വരും അല്ലേ? കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ഇരുന്നോളി, എന്നിട്ട് എണീറ്റോളെ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه نقول اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه. നിർത്താനായില്ലല്ലോ, പോവല്ലേ? വണ്ടി ഇവിടെ അല്ലേ? കീപ് ഗോയിങ് ഇൻഷാ അല്ലാഹ്. 10 മണിക്ക് തുടങ്ങിയോണ്ട് എന്തായാലും 12 മണി വരെ പറയണ്ടേ? 2 മണിക്കൂറെങ്കിലും പറയേണ്ടി വരുമല്ലേ? ആണോ? നേരത്തെ അത്രയും നിർത്തട്ടോ ഇൻഷാ അല്ലാഹ്. അബൂ ഖിലാബത്തുൽ ജർമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാ, നമ്മൾ അല്ലാഹുവിന്റെ ചതച്ചരച്ചു എന്ന് വിചാരിക്കുക, എന്നാൽ പോലും നാവ് ബാക്കിയുണ്ടെങ്കിൽ നമുക്കതിന് ശുക്ർ ചെയ്യേണ്ടി വരും. അപ്പോ സുലൈമാൻ നബിയുടെ ചരിത്രം പറഞ്ഞു അല്ലെ? സുലൈമാൻ നബി അലൈഹിസ്സലാം കാറ്റിലൂടെ സഞ്ചരിച്ചു. ഖുർആൻ തന്നെ പറഞ്ഞു, ഉദുവുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്റുൻ. രാവിലെ ഒരു ട്രിപ്പ് അടിച്ചാൽ 1 മാസം എടുത്ത് ചെയ്യുന്ന യാത്ര, അതായത് രാവിലത്തെ ഒരു ട്രിപ്പ്, രാവിലെ അങ്ങ് തുടങ്ങി ഉച്ചയ്ക്ക് മുമ്പ് അത് ഹാൾട്ട് ചെയ്യും. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാറ്റ് അത് യാത്ര ചെയ്യുന്നത് 40 ദിവസം എടുക്കുന്ന യാത്രയാണ്, ഏകദേശം 2000 കിലോമീറ്റർ. ഇന്ത്യയിലേക്കൊക്കെ ലോങ് ട്രിപ്പ് വന്നിട്ടുണ്ടെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ കാറ്റിലൂടെ സഞ്ചരിക്കുന്ന ഒരു രംഗം. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് സുലൈമാൻ അലൈഹിസ്സലാം. ഇവരൊക്കെ ഫലസ്തീൻകാരാണ് കേട്ടോ. ദാവൂദ് നബിന്റെ ഖബറുള്ള ഫലസ്തീനിലാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെതും ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് എവിടെയാണ് അത് കൃത്യമായിട്ട് ആർക്കും അറിയില്ല എന്നാണ്. അവരൊക്കെ ഫലസ്തീൻകാരാണ്. അപ്പോ ഒരു കർഷകൻ
കൃഷിയിടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കാറ്റിലൂടെ ഇവരിങ്ങനെ പോകുന്നത് കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ലഖദ് ഊതിയ ആലു ദാവൂദ ഖൈറൻ കസീറാ. അല്ലാഹുവേ, ദാവൂദ് നബിയുടെ മക്കൾക്ക് എത്ര വലിയ അനുഗ്രഹമാണ് റബ്ബേ നീ നൽകിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലാഹു പറഞ്ഞു ഈ അത്ഭുതം കൊണ്ട്. സുബ്ഹാനല്ലാഹ് ലഖദ് ഊതിയ ആലു ദാവൂദ ഖൈറൻ കസീറാ. അല്ലാഹുവേ, ദാവൂദ് നബിയുടെ കുടുംബത്തിന് നീ വലിയ അനുഗ്രഹം നൽകിയല്ലോ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉടനെ ഉത്തരവിട്ടു, ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറക്കുക നേരത്തുള്ളൂ. അലുമിനിയത്തിന്റെ കൂട്ടിലാണെങ്കിലും അല്ലെങ്കിലും ഇറ്റ്സ് എ ഫ്ലൈറ്റ് എന്നല്ലേ പറയാം. അവർ ലാൻഡ് ചെയ്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉറുമ്പിന്റെ ശബ്ദം കേൾക്കുന്ന ആളാണ്. ഒരു മനുഷ്യൻ, വലിയൊരു മനുഷ്യൻ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ കേൾക്കാണ്ടിരിക്കുവോ? ഉറുമ്പ് സംസാരിച്ചത് കേട്ടു എന്ന് ഖുർആൻ സൂറത്തുൻ നംലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ലാൻഡ് ചെയ്തു, മൂപ്പരുടെ വയലിൽ ലാൻഡ് ചെയ്തു. ഇവിടെ അടുത്തേക്ക് വരിന്ന് പറഞ്ഞു. മാതാ ഖുൽസ്, നിങ്ങൾ എന്തേ പറഞ്ഞു എന്ന് ചോദിച്ചു. ഇയാൾ പേടിച്ചു പോയി. രാജാവല്ലേ, ലോകം ഭരിച്ച രാജാവല്ലേ, ബഹുമാനപ്പെട്ടവരെ പിടിച്ച് എന്ത് ശിക്ഷിക്കോ? മാ ഖുൽതു ഇല്ലാ ഖൈറാ, ഞാൻ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. നീ എന്താണ് പറഞ്ഞത് എന്ന് പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സുബ്ഹാനല്ലാഹ് ലഖദ് ഊതി ആലു ദാവൂദ ഖൈറൻ കസീറാ. ദാവൂദ് നബിയുടെ കുടുംബത്തിന് വല്ലാത്ത അനുഗ്രഹമാണ് അല്ലാഹു ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അല്ല, തുടങ്ങാനായോ? അപ്പോ നമ്മുടെ പരിപാടിയുടെ ചെലവിലേക്ക് എന്തെങ്കിലും സംഭാവനകൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകന്മാർ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. എന്റെ കയ്യിലൊന്നുമില്ല, ദിർഹമിന്റെ ഒരു നോട്ടേ ഉള്ളൂ. അപ്പോ നമ്മളെ എന്റെ വകയാൻ തരണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ്. ലഖദ് ഊതിയ ആലു ദാവൂദ ഖൈറൻ കസീറാ. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് വലിയ ഖൈറാണ് കിട്ടിയത്. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ ഒരു കാര്യം പഠിച്ചു. ഇത് സ്വഹീഹായ ഹദീസിൽ വന്ന സംഭവമാണ്. തങ്ങൾ പറഞ്ഞു, യാ അബ്ദല്ലാഹ്, നിങ്ങൾക്കറിയുമോ, ഇന്ന ഖൗലക സുബ്ഹാനല്ലാഹ്, നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു വാക്ക് ഖൈറും മിമ്മാ ഊതിയ ആലു ദാവൂദ്, ദാവൂദ് നബിയുടെ മക്കൾക്ക് നൽകപ്പെട്ട എല്ലാ സമ്പത്തിനേക്കാളും ശ്രേഷ്ഠമാണ് നിങ്ങളാ പറഞ്ഞ സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് എന്ന് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. അപ്പോഴവർക്ക് സമാധാനായത്. ലോകത്തുള്ള എല്ലാം കിട്ടുന്നതിനേക്കാളും നമുക്ക് എത്ര സുബ്ഹാനല്ലാഹ് പറയാൻ പറ്റിയൊരു ദിവസം. വെറുതെ വടായും പറഞ്ഞെടുക്കാതെ കുറച്ച് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലിയാൽ നമ്മുടെ ആഖിറത്തിലേക്ക് പോകുന്ന ആ ഒരു യാത്രയിൽ എത്ര നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്ര ബാലൻസ് കയറുമായിരുന്നു. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ. ലോകത്തെ സമ്പാദ്യം കിട്ടുന്നതിനേക്കാളൊക്കെ വലുതാണത് പറഞ്ഞാലൊന്നും. എന്നാലും പൈസക്ക് പൈസ തന്നെ വേണ്ടേന്നാക്കാൻ നിങ്ങളെ മനസ്സിൽ തോന്നുക അല്ലേ? അപ്പോ അതിനേക്കാളും വലുതാണ്. അപ്പൊ ഉമ്മാര് പറയും, എന്റെ കുട്ടിക്ക് എന്നാലും ഇപ്പൊ ഗൾഫിൽ ജോലി വേണ്ടേ, സുബ്ഹാനല്ലാഹ് കഴിഞ്ഞിട്ട് പോരെ. അല്ലമ്മ, അതിനേക്കാളും വലുത് സുബ്ഹാനല്ലാഹ് തന്നെയാണ്. അത് തിരിച്ചറിയാൻ പറ്റണം. പൈസ അല്ല, കഷ്ടപ്പാടാണ്, എന്നാലും സുബ്ഹാനല്ലാഹ് തന്നെയാണ് വലുത്. പൈസ ഉണ്ടെന്ന് വിചാരിക്കുക, എന്നാലും സുബ്ഹാനല്ലാഹയാണ് വലുത്. എന്താ വാക്കിനർത്ഥം എന്നറിയോ? അല്ലാഹുവേ, അൻത ബരീഉൻ മിൻ കുല്ലി സിഫാത്തിൻ നഖ്സ്, ഒരു ന്യൂനതയും ഒരു കുറവും ഇല്ലാത്തവനാണ് റബ്ബേ നീ. നമുക്കൊക്കെ കുറവുണ്ടാവും, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എന്തൊക്കെ ഡിഫക്റ്റ് ഉണ്ടാവും, എന്തൊക്കെ കുറവുകൾ മനുഷ്യന്മാർക്കുണ്ടാവും. അല്ലാഹുവിന് ഒരു കുറവില്ലല്ലോ. നമ്മൾ മനുഷ്യന്മാരെ കുറവ് മാത്രം നോക്കി നടക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടരാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്, അതാണ് വാർത്തയാവുക, അതാണ് ന്യൂസ് ആവുക, അല്ലാത്തൊന്നും ആരും അറിയില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാ നോക്കി, അത് ഭയങ്കര ഇഷ്ടം ആൾക്കാർക്ക് പറയാനും എഴുതാനും അതിനെപ്പറ്റി ക്ലിപ്പ് ഉണ്ടാക്കാനോ ഒക്കെ അല്ലേ. വല്ലാത്തൊരു കാലമാണ്. എന്തൊരു ഇഷ്ടമാണെന്നറിയാം ഒരാളെ നാണം കെടുത്തതെന്ന് പറഞ്ഞാൽ. അത്ര രസമുള്ള സംഗതി വേറില്ല. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഖൈറും മിമ്മാ ഊതിയ ആലു ദാവൂദ്. അല്ലാഹുവിന് ഒരു ന്യൂനതയുമില്ല, നമുക്കൊക്കെ ന്യൂനതയുണ്ട്. ചിലത് അല്ലാഹു മറച്ചു വെക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്ന് മാത്രം. ഒരു ന്യൂനതയുമില്ലാത്ത പെർഫെക്റ്റ് ആൻഡ് സെൽഫ് ഇറ്റേണൽ, അതാണ് അല്ലാഹു. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹ്, യു ആർ ട്രാൻസെൻഡ്. അല്ലാഹു എല്ലാ വിധത്തിലുള്ള ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. അല്ലാഹു ജല്ല ജലാലുഹു.
അള്ളാഹുവിനെ ഒരു ന്യൂനതയുമില്ല പടച്ച. അത് മനസ്സറിഞ്ഞങ്ങ് പറഞ്ഞാൽ ഇതല്ലേ അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനല്ലേ ഭൂമിയിലേക്ക് പടച്ചുവിട്ടത്. ടു ചെരിഷ് അല്ലാഹ്, അള്ളാഹുവിനെ വാഴ്ത്താനും അല്ലാതെ ആരെപ്പം നമ്മൾ പുകഴ്ത്തേണ്ടത്? നമുക്ക് ശ്വാസം തന്നത് നമ്മളാണോ? വാപ്പയാണോ ശ്വാസം തന്നത്? അല്ല. അതെടുക്കണതും അള്ളാഹു തന്നെ, തന്നതും അള്ളാഹു തന്നെ. ആ നാവ് കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ കഴിയുന്നൊരു നാവുണ്ടെങ്കിൽ ആ നാവിന് ശുക്ർ ചെയ്യാൻ നമ്മുടെ ജീവിതകാലം എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും അതുകൊണ്ടൊന്നും ആ ശുക്രിന് പകരാവില്ല. നമ്മൾ നന്ദി ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. അബൂ ഖിലാബത്തുൽ ജർമി റളിയല്ലാഹു അൻഹു നാവ് കൊണ്ട് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം നൽകുമോ? എന്റെ മകനെ 3 ദിവസമായി എനിക്ക് കാണാനില്ല. ഈജിപ്തിൽ വെച്ച് നടന്നത്, ഈജിപ്തിൽ കെയ്റോയിലാണോ അലക്സാണ്ട്രിയയിലാണോ മൻസൂറയിലാണോ തൊന്തയിലാണോ അതൊന്നും നമുക്കറിയില്ല. ഈജിപ്തിൽ എന്നാണ് നമ്മുടെ ചരിത്രത്തിലുള്ളത്. അപ്പോ എന്റെ മോനെ കാണാനില്ല. മോനാണ് എനിക്ക് വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുതന്നിരുന്നത്. വഖാന യുഅഖിലുനി, എന്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു തന്നിരുന്നതും എന്റെ മകനായിരുന്നു. ആ മകനെ കാണില്ല. നിങ്ങൾ എന്റെ മോനെന്ന് തപ്പി നോക്കി കണ്ടുപിടിച്ചു തരുമോ ചോദിച്ചു. അപ്പൊ ഈ അബ്ദുല്ലാഹി മുഹമ്മദ് പറഞ്ഞു, നിങ്ങൾക്കല്ലാതെ ആർക്കാ പിന്നെ ഒരു ഉപകാരം ചെയ്യാൻ? ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ കണ്ടുപിടിച്ചോളാം. ഇങ്ങനൊരു സഹായങ്ങൾ, ഇങ്ങനത്തെ ഒരു മനുഷ്യനല്ലാതെ ആരെ സഹായിക്കുക? അതുകൊണ്ട് ഞാൻ റെഡിയാണ്. ആ മഹാൻ അവിടെ തന്നെ ഇരുത്തിയിട്ട് പോയി. കുറച്ചു ദൂരം അങ്ങനെ നടന്നു ചെന്നപ്പോഴേക്കും ഒരു കുട്ടി ഏതോ മൃഗം കടിച്ച് എല്ലുകളായി അവിടെ എല്ല് കാണുന്നുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മരിച്ചു കിടക്കുകയാണ്. 3 ദിവസമായിട്ടുണ്ട്. പടച്ചോനെ, ഈ മനുഷ്യരോട് ഞാൻ എങ്ങനെയാണ് ഇത് ചെന്ന് പറഞ്ഞു കൊടുക്കുക? 3 ദിവസമായിട്ട് മോനെ കാണില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ദ്വാരക്കണത്, റബ്ബേ നിനക്ക് നന്ദി ചെയ്യാൻ എനിക്ക് ശുക്ർ നൽകി, അതിന് തൗഫീക്ക് തരണേ പടച്ചോനെ. നമ്മളൊക്കെ ആണെങ്കിൽ വാവിട്ട് കരയൂലേ ഉള്ളൂ. നിന്റെ കുട്ടിനെ കാണാമല്ലോ എന്നല്ലേ പറയുള്ളൂ. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണമെന്ന് ഓർമ്മ വരുമോ നേരത്ത്? റബ്ബേ, ഈ മനുഷ്യനോട് ഞാൻ ഇത് എങ്ങനെ ചെന്ന് പറഞ്ഞു കൊടുക്കും എന്ന് ചിന്തിച്ചു. അയ്യോന് പിന്നെ കഥ പറഞ്ഞു കൊടുക്കല്ലേ, അങ്ങനെ സമാധാനിപ്പിക്കാം. അങ്ങനെ തിരിച്ചു വന്നു. അസ്സലാമു അലൈക്കും സലാം പറഞ്ഞപ്പോ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അലസ്ത ബി സാഹിബി, നേരത്തെ എന്റെ അടുത്ത് വന്നു പോയ ആളല്ലേ നിങ്ങൾ എന്ന് ചോദിച്ചു. അതെ 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 അതെ. ഈ കണ്ണ് കാണാത്തവർക്ക് പെട്ടെന്ന് സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ആൾക്കാരെ പെട്ടെന്ന് സൗണ്ടിലൂടെ മനസ്സിലാക്കും അല്ലെ, അവർക്ക് പ്രത്യേക ഒരു കഴിവാണ്. സുബ്ഹാനല്ലാഹ്. അലസ്ത ബി സാഹിബി, നിങ്ങളല്ലേ എന്റെ കുട്ടീനെ നോക്കാൻ വേണ്ടി പോയത്? എന്റെ അടുത്ത് ഇപ്പൊ നേരത്തെ വന്നു പോയ ആളല്ലേ എന്ന് ചോദിച്ചു. അതെ 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 അതെ, ആളെന്നെയാണ്. എന്റെ കുട്ടി എവിടെയെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അയ്യൂബ് നബി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ആ ഓർമ്മയുണ്ട്. മാദാ ഫഅല അല്ലാഹു ബി, എന്താണ് അയ്യൂബ് നബിയെ കൊണ്ട് അല്ലാഹു ചെയ്തത്? വലിയ പരീക്ഷണം കൊടുത്തു. മക്കളും കുടുംബവും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടില്ലേ? ശരീരത്തിലാകെ അസുഖായില്ലേ? എന്നിട്ട് എന്തേ സംഭവിച്ചത്? എന്തേ ഉണ്ടായത്? അല്ലാഹു എങ്ങനെയാണ് അവരെ സ്വീകരിച്ചത്? ഇന്നാ വജദ്നാഹു സാബിറ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അങ്ങനെയല്ലേ അല്ലാഹു പറഞ്ഞത്? നല്ല ക്ഷമയുള്ള ആളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇഹ്തസിബ് ഫി ബിനിക്, നിങ്ങളുടെ മകന്റെ വിഷയത്തിൽ ഇഹ്തസിബ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അടുത്ത് കൂലി പ്രതീക്ഷിച്ചോളൂ. അതിന്റെ അർത്ഥം കുട്ടി മരിച്ചിരിക്കുന്നതാണ്. അദ്ദേഹം ഒരു ദുആ ചെയ്തു. യാ അല്ലാഹ്, ഇതും ഒരു വാപ്പയാട്ടോ. അൽഹംദുലില്ലാഹ് അല്ലദീ ലം യഖ്ലുഖ് മിന്നീ ദുർരിയതൻ ഇലന്നാർ. അല്ലാഹുവേ, എന്റെ മക്കളിലാരും നരകത്തിലേക്ക് പോകുന്നവരില്ലല്ലോ റബ്ബേ. അതുകൊണ്ട് അല്ലാഹുവേ നിനക്ക് സ്തുതി. അല്ലാഹ് 15 വയസ്സ് താഴെ കുട്ടിക്ക് പ്രായം. അപ്പൊ കുട്ടി മരിച്ചു. ആ കുട്ടി സ്വർഗത്തിലേക്കാണ്. വേറൊരു മോനും മൂപ്പർക്കില്ല. എന്റെ ഈ മകൻ വലുതായി വല്ല കള്ളും കഞ്ചാവും തോന്നിയാസം ചെയ്ത് നടന്നിട്ടാണെങ്കിൽ എന്റെ മകൻ നരകത്തിലേക്കല്ലേ പോവാ? പടച്ചോനെ, എന്റെ മക്കളിൽ നീ ഒരാളെയും നരകത്തിലേക്കാക്കിയില്ലല്ലോ. അൽഹംദുലില്ലാഹ്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞിട്ടോ. വാപ്പല്ലേ, ഷഹിഖ ഷഹഖതൻ ഫമാത്,
ആ ഒരു നിലവിളിയിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അബൂ ഖിലാബ തങ്ങളുടെ മരണം അങ്ങനെ വലിയ ആലിമാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ, 2 കയ്യും കാലും ഇല്ലാതെ ദർസിൽ പോയത്, കണ്ണുമില്ല, കാഴ്ചയുമില്ല. പക്ഷെ വലിയ ആലിമാണ്, ഫഖീഹാണ്, മുഹദ്ദിസാണ്. ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. വലിയ ആലിമായി മാറി. പക്ഷേ മരിക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് മകൻ മരിച്ച ഷോക്കിൽ പറഞ്ഞ അൽഹംദുലില്ലാ അല്ലദീ ലം യജ്അൽ മിൻ ദുർരിയതി ലം യഖ്ലുഖ് മിന്നി ദുർരിയതൻ ഇലന്നാർ. എന്നിൽ നിന്ന് ഒരു മകളെ നരകത്തിലേക്ക് പോകുന്ന മകളായി വന്നില്ലല്ലോ റബ്ബേ, അതുകൊണ്ട് അല്ലാഹുവേ നിനക്ക് സ്തുതി. ഇത് പറഞ്ഞിട്ട് ഒരു നിലവിളിച്ചൊരു കരച്ചിൽ കരഞ്ഞു. കാരണം ഉളൂടുത്ത് കൊടുക്കാനുള്ള മോനാണിത്, ഭക്ഷണം കൊടുക്കാനുള്ള മോനാണിത്. 3 ദിവസം ഈ വാപ്പ പട്ടിണിയില്ല. പക്ഷെ ചൊല്ലുന്നത് അല്ലാഹുവേ എനിക്ക് ദിക്ർ ചൊല്ലാൻ എനിക്ക് തൗഫീഖ് നൽകണേ. എന്റെ മുഅ്മിനെ, നമ്മളൊക്കെ എന്താ പറയാ? നമ്മളൊക്കെ ഇങ്ങനെ മന്തി കഴിച്ചിട്ടും അൽഫാം കഴിച്ചിട്ടും അത് കഴിച്ചിട്ടും ഇത് കഴിച്ചിട്ടും ഇരിക്കുകയാണ്. എന്നിട്ട് ഒരു അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? നാവിലേക്ക് രുചിയറിയാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. തൊണ്ടയിലൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റാ പൈപ്പിട്ട് കഴിക്കുന്നവർ എത്രയുണ്ട്. ഭക്ഷണം ചെന്നാൽ തരിപ്പ് പോയി ശ്വാസം കിട്ടാത്ത എത്ര ആളുകളുണ്ട്. നമ്മൾ അല്ലാഹുവിനെ എത്ര അൽഹംദുലില്ലാഹ് പറയേണ്ടവരാ മുഅ്മിനെ. ഒരു നെഞ്ചു തട്ടിയിട്ട് ഒരു 3 അൽഹംദുലില്ലാഹ് പറയാം. റബ്ബേ നിനക്ക് സ്തുതി, അല്ലാഹ് നിനക്ക് വേണ്ട പോലെ നന്ദി പറയാൻ ഞങ്ങളെ കൊണ്ടായില്ല പടച്ചവനെ. അൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അത് 3-ൽ നിർത്തരുത്, എത്രയും പറയാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് എന്നവര് പറഞ്ഞു, ഈ മനുഷ്യനെ ഞാൻ എന്ത് ചെയ്യും റബ്ബേ? മകൻ അപ്പുറത്ത് മരിച്ചെടുക്കുക, വാപ്പയുടെ മരിച്ചെടുക്കുക, ഞാൻ എന്ത് ചെയ്യും? ഇയാളെ ഞാനിവിടെ ഇട്ടുപോയ ഏതെങ്കിലും മൃഗം വന്ന് മൂപ്പരും കടിച്ചു തിന്നു, മയ്യിത്താണ്. അങ്ങനെ നിൽക്കും വേണ്ടി ഒരു കൊള്ള സംഘം അവിടെ വരുന്നു. അവരെന്നെ പിടിച്ചു. നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കഥ പറഞ്ഞു കൊടുത്തതാ, കണ്ണ് കാണാത്ത മനുഷ്യൻ ഇവിടെ ഉണ്ട് ടെന്റിന്റെ ഉള്ളിൽ. അങ്ങനെ അവർ ഓടി വന്നു. ബി അബീ, യാ അല്ലാഹ് എന്നൊന്നും പറയാൻ അവർക്ക് അറിയില്ല. എന്റെ വാപ്പാന്നാർ പറയണത്. എന്റെ അമ്മേറിയില്ല. ചിലർ വീണാല് യാ അല്ലാഹ് എന്ന് വിളിച്ചാൽ മതി, അമ്മക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയും. ഈ കള്ളന്മാര് വന്നിട്ട് ബി അബീ ഐനൻ ഐനൻ ത്വാലമാ ഗല്ലത് അൻ മഹാരിമില്ലാഹ് വബി അബീ ജിസ്മൻ അലൽ ബലാഇ സാബിറാ. കണ്ണിൽ കൊണ്ട് ഒരു ഹറാമ് പോലും നോക്കാതെ കണ്ണുകളെ നിയന്ത്രിച്ച മനുഷ്യനല്ലോ. ഒരുപാട് പരീക്ഷണങ്ങൾ സഹിച്ച ഒരു ശരീരമാണല്ലോ ഈ കിടക്കുന്നത്. ആ മഹാനെ അവർ തിരിച്ചറിഞ്ഞു. അബൂ ഖിലാബയാണ് ഈ കിടക്കുന്നത് റളിയല്ലാഹു അൻഹു. പിന്നെ അവരവരെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മറവ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം തിരിച്ചു പോരുന്നത്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക. റബ്ബേ എന്റെ നാവ് കൊണ്ട് ശുക്ർ ചെയ്യാൻ, നന്ദി പറയാൻ തൗഫീഖ് നൽകിയതിന് എങ്ങനെയാണ് റബ്ബേ നിന്നോട് നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞിരുന്നൊരു മഹാൻ. ആ മഹാന്റെ വഫാത്തിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് എന്നവർ അവരെ സ്വപ്നത്തിൽ കണ്ടു. അല്ലാഹു ചില മുഅ്മിനീങ്ങൾക്ക് സത്യസന്ധമായ സ്വപ്നങ്ങൾ നൽകാറുണ്ട്. ചില മനാമുകൾ മുബശ്ശിറാത്തുകളാണ്. മനാമുകൾ സ്വപ്നങ്ങളിലൂടെ അഹ്കാമുകൾ ഉണ്ടാവില്ല. ഒരു ഹലാല് ഹറാമോ ഹറാമോ ഹലാലോ ഇതൊന്നും സ്വപ്നം ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നത് നാളെ മുതൽ ഹലാൽ, ഇതൊന്നും പറയാൻ പാടില്ല. അത് മുബശ്ശിറാത്താണ്. ചിലതിൽ ചില സന്തോഷ വാർത്തകൾ ഉണ്ടാവും. ചിലത് പിശാചിന്റേതായിരിക്കും, ചിലത് ഹദീസുൻ നഫ്സാണ്, വെറും പാഴ്ക്കിനാവുണ്ടാവും. ചിലത് അല്ലാഹുവിൽ നിന്നായിരിക്കും. അപ്പൊ ഇങ്ങനെ മഹാനെ കണ്ടു. സ്വഹീഹൻ മുആഫാ, ശരീരത്തിനൊരു കുഴപ്പവുമില്ലാതെ ആരോഗ്യത്തിൽ കിടക്കുന്ന 2 കണ്ണും 2 കൈകളും 2 കാലുകളുമുള്ള സുമുഖനായ അബൂ ഖിലാബ റഹ്മത്തുള്ളാഹി അലൈഹി ഞാൻ അന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അലസ്ത ബിസ്വാഹിബി, നമ്മളല്ലയോ ഇന്നലെ കണ്ടു പിരിഞ്ഞത്? നിങ്ങൾ ഇന്നലെ മരണപ്പെട്ട അബൂ ഖിലാബയല്ലേ? ഖാല നഅം ബലാ. ഫമാ ഫഅലല്ലാഹു ബിക, എന്തേ അല്ലാഹു നിങ്ങളോട് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി തന്നു, അദ്ഖലനീൽ ജന്ന, എന്നെ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു പ്രവേശിപ്പിച്ചു, എനിക്ക് സ്വർഗ്ഗം തന്നു. വഖാല ലീ, എന്നിട്ട് എന്റെ റബ്ബ് എന്നോട് പറഞ്ഞു, സൂറത്തുർ റഅദിൽ ആയത്ത് ഓതിയത്, എന്റെ റബ്ബ് എന്നോട് പറഞ്ഞു, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ.
സലാമുൻ അലൈക്കും ബിമാ സബർതും. സ്വർഗവാസികളോട് പടച്ച തമ്പുരാനായ സൃഷ്ടാവായ ഉടമസ്ഥനായ യജമാനനായ അല്ലാഹു സ്വർഗവാസികളോട് ആദ്യമായി സംസാരിക്കുന്ന ഒരു വാക്ക് സലാമുൻ അലൈക്കും ഇതായിരിക്കുന്നു. സലാമുൻ അലൈക്കും, സ്വർഗവാസികളെ നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട്. ബിമാ സബർതും, നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ ക്ഷമിച്ചവരല്ലയോ, ക്ഷമിക്കല്ലേ നിങ്ങൾ ചെയ്തത്. മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾക്കെതിരെ വന്നപ്പോഴും നിങ്ങൾ ക്ഷമിക്കുകയായിരുന്നല്ലോ. നിങ്ങളുടെ ശരീരത്തിലും മക്കളിലും നാട്ടിലും നിങ്ങളുടെ ബന്ധുക്കളിലും നിങ്ങളിൽ തന്നെയും എന്റെ പരീക്ഷണങ്ങൾ ഞാൻ തന്നപ്പോൾ നിങ്ങൾ ക്ഷമിച്ചവരല്ലേ. അതുകൊണ്ട് ക്ഷമിക്കുന്നവർക്ക് നൽകപ്പെടുന്ന സ്ഥലം, അവർക്ക് നൽകപ്പെടുന്ന വീട് എത്ര മനോഹരമാണ് എന്റെ സ്വർഗം. ഇവിടെ ആസ്വദിച്ചോളൂ. നിങ്ങൾക്കിനി പ്രയാസം ഇല്ലേ? ഇല്ല. ഇനി മരണമില്ല. ഇവിടെ ഫർളും ഹറാമും സുന്നത്തൊന്നുമില്ല. എല്ലാം നിങ്ങൾക്ക് അനുവദനീയമാണ്. സ്വർഗ്ഗലോകത്ത് അങ്ങനെയുള്ള നിസ്കാരമൊന്നുമില്ല. മുഅ്മിനീങ്ങൾ റബ്ബിനോട് ചോദിക്കുന്ന ദുനിയാവിൽ അനുഭവിച്ച ആനന്ദം കൊണ്ട് റബ്ബേ നിങ്ങൾ നിസ്കരിച്ചോട്ടെ. സുബ്ഹാനല്ലാഹ്, അവിടെ നിസ്കാരമൊന്നുമില്ല. പിന്നെ ഇപ്പൊ പരീക്ഷ എഴുതുകയാണ്, റിസൾട്ട് കിട്ടിയാൽ പിന്നെയും വായിക്കൂലല്ലോ, പഠിച്ചു കഴിഞ്ഞത്. അത് കഴിഞ്ഞു, റിസൾട്ട് വന്നു, സ്വർഗത്തിലാണ്. യാ അല്ലാഹ്, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. അതുകൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ ഹൃദയം അല്ലാഹുവിന്റെ കൂടെയാവണം. പരീക്ഷണങ്ങൾ ഉണ്ടായാലും ഇല്ല എങ്കിലും, ഉണ്ടായാൽ പ്രത്യേകിച്ചു الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. الذين آمنوا, അല്ലാഹുവിൽ വിശ്വസിച്ചവർ. പടച്ച തമ്പുരാനാണ്, അല്ലാഹുവാണ് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവെന്നും അവനാണ് ജീവൻ നൽകിയത്, അവനാണ് നമ്മെ ഇനി മരിപ്പിക്കാൻ പോകുന്നത്, അവൻ തന്നെയാണ് ഖബറിൽ നമ്മളെ കടത്തുന്നതും, അവൻ തന്നെയാണ് പുനരുദ്ധാരണ നാളിൽ നമുക്ക് ജന്മം നൽകുന്നതും, അവൻ തന്നെയാണ് വിചാരണ ചെയ്യുന്നതും. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ. അല്ലദീന ആമനൂ, ഈ ലോകത്തിനപ്പുറം ഒരു പരലോകമുണ്ട്. അവിടെയാണ് ദാലികൽ ഹയവാൻ, അവിടെയാണ് യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കുന്ന മുഅ്മിനീങ്ങൾ. എന്താ അവരുടെ പ്രത്യേകത? വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിന് സന്തോഷം, സമാധാനം ലഭിക്കും. അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ ഒരു രസമാണ്, ഒരു ആനന്ദമാണ്. അങ്ങനത്തെവരാ മുഅ്മിനീങ്ങൾ. അല്ല സിനിമ കാണുമ്പോഴേ രസമുള്ളൂ, സിനിമ പാട്ട് കേൾക്കുമ്പോഴേ രസമുള്ളൂ, മ്യൂസിക് കേൾക്കുമ്പോഴേ രസമുള്ളൂ. അവർക്ക് അല്ലാഹുവിനെ പറ്റി പറയണം. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. അറിയണമേ, അല, അറിയണം, അറിയണം, ശരിക്കും മനസ്സിലാക്കിക്കോളൂ. അതിനർത്ഥം അല ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെ മാത്രമേ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. അത് കള്ളുടിച്ചാൽ കിട്ടൂല, ഹാൻഡ്സ് വെച്ചിട്ട് കിട്ടൂല, മയക്കുമരുന്ന് അടിച്ചാൽ കിട്ടൂല. അത് കിട്ടാനല്ലേ ഇതൊക്കെ നടത്തുന്നത്? കിട്ടൂല. അല്ലാഹു പറയും അവരസ്വസ്ഥരാണ്, അവരസ്വസ്ഥരാണ്, അവർ പേടിയിലാണ്. മയക്കുമരുന്ന് അടിക്കുന്നവർ പേടിയിലാണ്, ഭയപ്പാടിലാണ്. ബോധം തെളിയുമ്പോഴേക്കും പിന്നെ വീണ്ടും ബോധം പോവുകയാണ്. ശരീരം നശിക്കാൻ, സമയം നശിക്കാൻ, ജീവിതം നശിപ്പിക്കാൻ. എന്തിന്? സന്തോഷം കിട്ടാൻ. സന്തോഷിക്കോ? അല്ലാഹു അല്ലേ സന്തോഷം തരുന്ന ആള്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ അല്ലാഹുവിനെ ഓർക്കുക തന്നെ വേണം. അല്ലാഹുവിനെ ഓർത്താലാണ് സമാധാനം ഉണ്ടാകുന്നത്. മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ നേതാക്കളിൽപ്പെട്ടവരാണ്. ഫുഖഹാഉസ് സബ്അ എന്നറിയപ്പെടുന്ന മദീനയിലെ പ്രഗൽഭരായ 7 പണ്ഡിതന്മാരിൽ എണ്ണപ്പെടുന്ന മഹാനാണ് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം അദ്ഹം തങ്ങളും സഈദ് തങ്ങളുടെയും രണ്ടുപേരും ഒരുപോലെ ഉദ്ധരിച്ചിട്ടുള്ള പറയാറുള്ള വാക്കാണ്, ഇന്നാ ലഫീ സആദ ലൗ അലിമൽ മുലൂകു വഅബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീഹി ലജാലദൂനാ അലൈഹി ബിസ്സുയൂഫ്. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം,
ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളോ അവരുടെ രാജകുമാരന്മാരോ അറിഞ്ഞിരുന്നുവെങ്കിൽ, സന്തോഷത്തിനല്ലേ അധികാരവും, സന്തോഷത്തിനല്ലേ യുദ്ധങ്ങള്, അവർക്ക് സന്തോഷം ഉണ്ടാവുക, അതിനല്ലേ ഈ കയ്യേറുന്നത്, അതിനു വേണ്ടിയല്ലേ ഈ പടയോട്ടം നടത്തുന്നത്, ഇതൊക്കെ എന്തിന്? സന്തോഷത്തിന്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ, അതെങ്ങാനും അവരറിഞ്ഞിരുന്നുവെങ്കിൽ ആ സന്തോഷം നമ്മളെന്ന് പിടിച്ചു വാങ്ങാൻ അവർ നമ്മളോട് വാളെടുത്ത് യുദ്ധം ചെയ്യാൻ വന്നേനെ. അത്ര സന്തോഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആര് പറയാ? സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ 40 കൊല്ലം ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം, ആദ്യത്തെ അല്ലാഹു അക്ബറിൽ ഇമാമിന്റെ കൂടെ നേരെ പിന്നിൽ 40 കൊല്ലം നിസ്കരിച്ച മഹാനാണ് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അത് പറയാൻ മഹാന ധൈര്യം ഉണ്ടായി. 40 കൊല്ലം മാ ഫാതത്നി തക്ബീറത്തുൽ ഇഹ്റാം ഫീ മസ്ജിദി റസൂലില്ലാഹി 40 സന. 40 കൊല്ലം റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഇമാമിന്റെ പിന്നിൽ ഒന്നാമത്തെ അല്ലാഹു അക്ബറിൽ 5 വക്തിലും ഞാൻ ഉണ്ടായിട്ടുണ്ട്. എത്ര കൊല്ലം? 40 കൊല്ലം. ആ മഹാനാവ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം ഇത് രാജാക്കന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളോട് പടവെട്ടം വന്നേനെ. സുബ്ഹാനല്ലാഹ്. പ്രതിസന്ധികളിലൂടെ കടന്നുപോയവരാണ് ഈ ഉമ്മത്തികൾ. ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ മാനസികമായ ചില പ്രയാസം നമുക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇന്ത്യയില് രാഷ്ട്രീയ ചുറ്റുപാടുകളൊക്കെ നോക്കുമ്പോഴേ ഒരു മാനസിക ഒരു ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ആര് എന്ത് വമ്പ് പറഞ്ഞാലും അവന്റെ കഴുത്തിന് പിടിക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു ജല്ല ജലാലുഹു. ആ റബ്ബിലാണ് നമ്മൾ തവക്കുലാക്കി ജീവിക്കുന്നത്. പിന്നെ എന്ത് പേടി? അവർക്കല്ലേ പേടിക്കേണ്ടത്. മുഅ്മിനീങ്ങൾക്ക് പേടി ഉണ്ടാവില്ല. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ആലിമീങ്ങൾ ഒരുപാട് ശാരീരിക വൈകല്യങ്ങളുള്ള ആലിമീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ മുൻഗാമികളിൽ ഒരുപാടുണ്ട്. അൽ അറജ് എന്നറിയപ്പെടുന്ന ഇമാമുണ്ട്. അറജ് എന്ന് ശരിക്കും മുടന്തെന്ന, ലൈം, LAME, കാലിന് മുടന്താണ്. മുടന്തനായ അബ്ദുറഹ്മാൻ ബിൻ ഹുർമുസ് എന്നാണ് അവരുടെ പേര്, റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ പണ്ഡിത ലോകത്ത് മുടന്തനായ പണ്ഡിതൻ എന്നറിയപ്പെടുക അൽ അറജ്. അങ്ങനെ അറിയപ്പെട്ട ഇവർക്ക് പ്രയാസമൊന്നുമില്ല, ഇവർക്ക് അതിൽ ഒരു പ്രതിഷേധമില്ല. സുബ്ഹാനല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തവരിൽ അബൂ ഹുറൈറ തങ്ങളുടെ ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഈ അറജ് എന്ന മഹാനാണ് അബ്ദുറഹ്മാൻ ബിൻ ഹുർമുസ് റഹ്മത്തുള്ളാഹി അലൈഹി. അൽ അഹ്വലുണ്ട്. അഹ്വൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒറ്റക്കണ്ണെന്നാണ്, ഒരു കണ്ണേ ഉള്ളൂ. അങ്ങനത്തെ ഒരു മഹാനുണ്ട്. നമ്മുടെ ഹദീസിന്റെ കിതാബുകളിലൊക്കെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ റാവിയാണ് ആസിം ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ പേരതാണ്. പക്ഷേ അഹ്വൽ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ ഉലമാക്കൾക്ക്. അൻ അഹ്വൽ അൻ അനസ് ഇബ്നു മാലിക് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുത്ലഖൻ അഹ്വൽ എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആസിം ഇബ്നു സുലൈമാൻ തങ്ങളാണ്. പക്ഷേ ഹദീസ് പണ്ഡിതനാണ്. ഹമ്മാദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, ഹമ്മാദ് ഇബ്നു സലമ റളിയല്ലാഹു തആല അൻഹു, യാ അല്ലാഹ്, കണ്ണു കാണാത്ത ആളായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാറുണ്ട്, ഹമ്മാദ് ഇബ്നു സലമ റളിയല്ലാഹു, നാളെയാണ് ഖിയാമത്ത് നാള് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമലിൽ നിന്ന് ഒന്നും പിന്നെ മൂപ്പർക്ക് കൂട്ടാണ്ടാവില്ല. ആ ഫുൾ മാക്സിമത്തിലാണ് ഓടുന്നത്. നമ്മളാണെങ്കിൽ അപ്പം പോയി തസ്ബീഹ്കാരം തുടങ്ങൂലേ, നാളെ ഖിയാമത്ത് നാളെ എന്നാൽ പിന്നെ നന്നായിട്ട് നിസ്കരിക്കുക, വിത്ർ നിസ്കരിക്കുക, തഹജ്ജുദ് ഇന്ന് ഉറക്കില്ല എന്ന് പറയും, നാളെയാണെന്ന് പറഞ്ഞാൽ അല്ലേ. നമ്മളിങ്ങനെ ഒരു ഉറക്കത്തിൽ പോവട്ടോ, ശരിക്കും കൂർക്കം വെച്ച് ഉറങ്ങുകയാണ് നമ്മൾ. നമുക്കത് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ഹമ്മാദ് ഇബ്നു സലമ തങ്ങളെ സംബന്ധിച്ച് പറയാൻ, നാളെയാണ് ഖിയാം, ലൗ ഖീല ലഹു ഗദൻ അൽ ഖിയാമ മാ സാദ ഫീ അമലിഹി ഷൈഅ. പക്ഷെ കണ്ണു കാണാത്ത മഹാനായിരുന്നു. ഇമാം തുർമുദി എന്ന് കേട്ടിട്ടില്ലേ? തുർമുദി ഇമാം ഹദീസ് പണ്ഡിതൻ, അഫ്ഗാനിയാണ്. അഫ്ഗാനിസ്ഥാന്റെയും ഉസ്ബെക്കിസ്ഥാന്റെയും ബോർഡറിലാണ് മഹാന്റെ മഖബർ ഉള്ളത്. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട് മഹാന്റെ മഖാമിൽ. ഉസ്ബെക്കിസ്ഥാനിലാണത്. ഒരു 3 കിലോമീറ്റർ പോയ അഫ്ഗാനിസ്ഥാനായി, അവിടെ ഉസ്ബെക്കിലാണ്. തിർമിസ്, നാടിന്റെ പേര് തിർമിസ് എന്നാണ്. തുർമുദി, തിർമുസുകാരൻ എന്നാണ് ഇമാമിന്റെ പേര്. അബൂ ഈസ തുർമുദി. ഹക്കീം തുർമുദി എന്ന് പറഞ്ഞ തസൗഫിന്റെ ആലിം അവിടെ ഉണ്ട്. അവിടെ മഖാം തൊട്ടടുത്ത് തന്നെയാണ്. മഹാനവറുകൾ ജന്മന കണ്ണിന് കാഴ്ചയില്ലാതെ ജനിച്ച മുഹദ്ദിസാണ് ഇമാം തുർമുദി തങ്ങൾ. എത്ര പേർക്ക് അറിയും? ഇമാം തുർമുദി തങ്ങൾ കണ്ണ് കാണാത്ത മഹാനാണ്, ഹദീസ് പണ്ഡിതനാണ്. എത്ര ആയിരക്കണക്കിന് ഹദീസുകളാണ് രേഖപ്പെടുത്തിയത്.
അവരൊക്കെ എനിക്ക് അല്ലാഹ് കണ്ടെന്നില്ലല്ലോ, ഞാൻ അവിടെ ഇരിക്കട്ടെ. അങ്ങനെയല്ല, അവര് പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങാണ്, അള്ളാഹുവിന് വേണ്ടി ത്യാഗത്തിന് ഇറങ്ങാണ്. അതുകൊണ്ട് വിഷയം കിടക്കുന്നത് നമ്മുടെ കണ്ണിലോ കാഴ്ചയിലോ അല്ല, നമ്മുടെ ഹൃദയത്തിലാണ്. ലാ വമുഖല്ലിബൽ ഖുലൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്യുമ്പോൾ ഫകാന അക്സറ യമീനിഹി, നബി തങ്ങൾ സത്യം ചെയ്യുമ്പോൾ പറയാറുള്ള വാക്ക് ലാ വമുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, ആ റബ്ബിനെ തന്നെയാണ് സത്യം. അവിടുന്ന് സുജൂദിൽ കിടക്കുമ്പോൾ തഹജ്ജുദിൽ ദുആ ചെയ്യും, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക് വയാ മുസർരിഫൽ ഖുലൂബി സർരിഫ് ഖൽബി അലാ ത്വാഅതിക്. അല്ലാഹുവേ, നീ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനല്ലയോ റബ്ബേ, എന്റെ ഹൃദയത്തെ റബ്ബേ നിന്റെ സ്മരണയിലും നിന്നെ കുറിച്ചുള്ള ഓർമ്മയിലും നിലനിർത്തി തരേണമേ. നിങ്ങളിപ്പോ ഇന്ന് വേദ കേൾക്കാൻ വേണ്ടി വന്നു, ഒരുപക്ഷെ 2-3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത മൈൻഡിലേക്ക് നമ്മുടെ കൽബ് ഏതെങ്കിലും ഒരു ഫിത്ന കേട്ടിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് അള്ളാഹിനോട് നിലനിർത്തി തരാൻ ചോദിക്കണം എന്നാണ്. അള്ളാഹുവേ, ഈ ഖൈർ എനിക്ക് നിലനിർത്തി തരണം റബ്ബേ. നമുക്ക് തോന്നുന്നതാണ് പോയി കടന്നുറങ്ങിയാൽ പോരെ, എന്താ ഇപ്പൊ വെറുതെ ഇവിടെ പാതിരാ കൊറക്കൊഴിഞ്ഞിട്ട്. നിങ്ങളുടെ കൂടെ മലക്കുകൾ ഇരിക്കുന്നുണ്ട്. മലക്കുകളുടെ ചിറകുകൾ, അവരുടെ സ്നേഹത്തലോടലുകൾ ഈ മജ്ലിസിലുണ്ടെന്നാണ്. അവരുടെ നസലത്ത് അലൈഹിമുസ് സകീന, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സമാധാനം ഇവിടെ അങ്ങുന്നതാണ്. അള്ളാഹു അഭിമാനം പറയുന്നതാണ് അള്ളാഹുവിനെ സംബന്ധിച്ച്, പറയുന്നവരെ സംബന്ധിച്ച്. പക്ഷെ ആ കൽബ് നിലനിന്ന് കിട്ടണം, അവിടെയാണ് വിഷയം. മക്കളൊക്കെ നിസ്കാരമൊക്കെ ഉണ്ടാവും, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ ഞാൻ നിസ്കരിക്കണില്ല എന്ന് പറയാം. എന്താ ചെയ്യാ? اللهم يا مقلب القلوب ثبت قلبي على دينك ويا مصرف القلوب صرف قلبي إلى طاعتك. അതുകൊണ്ട് അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നീ ഹഖിൽ നിലനിർത്തി തരേണമേ. ഹൃദയങ്ങളെ ചെരിച്ചും മറിച്ചും തിരിക്കുന്നവനെ റബ്ബേ, അത് സത്യത്തിന്റെ മാർഗത്തിലേക്ക് മാത്രമായി അതിനെ നിലനിർത്തി തരേണമേ എന്ന് തഹജ്ജുദ് നിസ്കാരങ്ങളിൽ ഹബീബ് സുജൂദിൽ കടന്ന് ദുആ ഇരക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഹബീബിന്റെ ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഹബീബിന്റെ നിസ്കാരത്തിൽ അവിടുന്ന് സുജൂദിൽ ചൊല്ലുന്നത് കേട്ടുപഠിച്ചിട്ടുണ്ട്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് വയാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ ത്വാഅതിക്. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ രോഗിയായി കിടക്കുന്ന ഒരു താബിഈന്റെ രോഗശയ്യയിൽ കിടക്കുന്ന മരണത്തെ മുന്നിൽ കണ്ടു കിടക്കുന്ന ഒരു രോഗിയുടെ മുമ്പിലേക്ക് അവരുടെ കൂട്ടുകാരൻ വരുന്നു. അവരുമ്പോ രോഗി വേദന കൊണ്ട് തേങ്ങുന്നുണ്ടായിരുന്നു. ചില അസുഖങ്ങൾക്ക് വലിയ വേദനയാണ്. അല്ലാഹു നമ്മളെ രോഗികൾക്ക്, നമ്മളെല്ലാവർക്കും പരിപൂർണ ശിഫ അല്ലാഹു നൽകട്ടെ. ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നതിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഖൽബിൽ നിങ്ങൾ നിയ്യത്ത് ചെയ്യുന്ന, നമ്മൾ നിയ്യത്ത് ചെയ്യുന്ന എല്ലാ രോഗികൾക്കും അല്ലാഹുവേ നീ ശിഫ നൽകണേ റബ്ബേ. മാരകങ്ങളായ വേദനകളുള്ള അസുഖങ്ങൾ വരാതെ നീ ഞങ്ങളെ കാത്തുകൊള്ളണേ അല്ലാഹ്. രോഗി ഇങ്ങനെ വേദന കൊണ്ട് കരയാൻ, ക്യാൻസറിന്റെ ചില വേദനകളുള്ള അവസ്ഥകളുണ്ട്. ഒന്നും ഡോക്ടർമാർക്കും ചെയ്യാൻ പറ്റൂല, കണ്ടു നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുമോ? വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. ആ ഓരോരോ വേദനക്കും എത്രയധികം പാപങ്ങളാണ് അല്ലാഹു പുറത്തു കൊടുക്കുന്നത്. പാപങ്ങളില്ലെങ്കിൽ എത്ര സ്ഥാനങ്ങളാണ് അല്ലാഹു ഉയർത്തി കൊടുക്കുന്നത് എന്നറിയോ? അങ്ങനെയാണ്. അപ്പൊ രോഗശൈലി കിടന്ന് തേങ്ങി തേങ്ങി കരയുന്ന, തേങ്ങിക്കരയല്ല ഇന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഒരു ഇടക്കിങ്ങനെ ഒരു തേങ്ങൽ, ഇടക്കിങ്ങൊരു വിങ്ങൽ. അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു, ലൈസ ബിമുഹിബ്ബിൻ മൻ ലം യസ്ബിർ അലാ ദർബി ഹബീബിഹി. ഇത് രസകരമായ ഒരു ഡയലോഗാണ്, രണ്ടാളും തമ്മിൽ ഒരു സംഭാഷണമാണിത്. അപ്പൊ പറയാണ്, രോഗിയെ കാണാൻ വന്നു ആരു ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ വലിയ മഹാനാണ്. വന്നിട്ട് പറഞ്ഞ വാക്കിതാണ്, ലൈസ ബിമുഹിബ്ബിൻ മൻ ലം യസ്ബിർ അലാ ദർബി ഹബീബിഹി. തന്റെ ഹബീബായി ഇഷ്ടപ്പെട്ട ആള് അടിച്ചു കഴിഞ്ഞാൽ ആ അടിയുടെ വേദന സഹിക്കാൻ പറ്റാത്തവൻ ഒരു മുഹിബ്ബാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു സ്നേഹിതനാണ് എന്ന് പറയാൻ പറ്റുമോ? 2 സ്നേഹിതന്മാർ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏടാന്നൊക്കെ വിളിച്ചിട്ട് ഒരു അടിക്ക് അടിക്കൂല. ചിലപ്പോ ചിലതൊക്കെ നല്ല വേദന ആവും, ചില നുള്ളൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരിക്കും.
അത് സഹിക്കാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ സ്നേഹം നിലനിൽക്കുന്നത്. അതല്ല നുള്ളാനും പറ്റൂല, ഒന്ന് തൊടാനും പറ്റൂല, അങ്ങനെയൊക്കെ പിന്നെ ഓല് വേഗം പിരിയും. അപ്പൊ ചങ്ങാതിമാരാകുമ്പോ ഒരു രസം കൂടുമ്പോഴൊക്കെ ചില പുറത്തൊക്കെ അടിക്കും. ചിലവര് രസം വരുന്നുണ്ടെന്ന് കണ്ട അവിടെ നിന്ന് ഓടി കഴിച്ചില്ലാവല നന്നാ ചിലപ്പോ, അമ്മാരി അടിയൊക്കെ അടിച്ചാലും ചിലപ്പോ. അപ്പൊ എന്തായാലും ആ അടി കൊണ്ടേ പറ്റൂ. അത് സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുന്ന അടിയാണ്. അത് സ്വീകരിക്കാൻ പറ്റാത്തവർ സ്നേഹിതനല്ലല്ലോ എന്നാണ് പറയണത്. ആരവിടെ അടിച്ചത് ഈ രോഗിയെ? അള്ളാഹു തന്ന രോഗം ക്ഷമിക്കാതെ നിങ്ങൾ ഇങ്ങനെ തേങ്ങാണോ? അപ്പൊ നിങ്ങൾ അള്ളാന്റെ മുഹിബല്ലല്ലോ എന്നാ ചോദിക്കണത്. അപ്പം രോഗിന്റെ വലിയ മറുപടി അവിടെ നിന്ന് വന്നു. ലൈസ ബിമുഹിബ്ബിൻ മൻ ലം യതലദ്ദദ് ളർബ ഹബീബിഹി. തന്റെ മെഹബൂബായ സ്നേഹഭാജനം അടിക്കുമ്പോൾ ആ അടിയിൽ ആനന്ദം കൊള്ളാത്തവൻ ഒരു മുഹിബ്ബല്ലല്ലോ. ഞാനത് ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാ മറുപടി. യോ അല്ലാഹ്, ഉലമാ പറഞ്ഞതൊരു ലെവലാണ്, പക്ഷേ അതിലും വലിയ ലെവലിൽ ആ മറുപടി വന്നത്. ക്ഷമിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, ക്ഷമയും കഴിഞ്ഞ് ആനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആനന്ദത്തിലാണ്. ലൈസ ബിമുഹിബ്ബിൻ മൻ ലം യതലദ്ദദ് ളർബ ഹബീബിഹി. അല്ലാഹു നമുക്കൊക്കെ ക്ഷമ നൽകട്ടെ. ആ മുഹിബിന്റെ ളർബ് തലദ്ദുദ് ചെയ്യാന്ന് പറഞ്ഞ, ആനന്ദിക്കുക എന്ന് പറഞ്ഞ ഒരു മനസ്സിന്റെ ഒരു സ്ഥാനമുണ്ട്. ആ ലെവലിലേക്കൊക്കെ നമുക്ക് എത്താൻ കഴിയണം. എന്നാ പിന്നെ ദുന്യാവിൽ ഒന്നും പ്രശ്നമില്ല. ഒന്നും മുഅ്മിനീങ്ങൾ കുലുങ്ങൂലല്ലോ. ലോകത്ത് എന്തൊക്കെ നടന്നാലും മുഅ്മിനീങ്ങളെ പേടിപ്പിക്കാൻ പറ്റൂല. അല്ലാതെ പേടിച്ചോ? മുഅ്മിനീങ്ങൾ പേടിക്കേണ്ടതില്ല. അവർ അള്ളാഹുവിനെ മുറുകെ പിടിച്ചവരാണ്. അപ്പൊ സ്നേഹത്തോട് അള്ളാഹു നൽകുന്ന സ്നേഹത്തിന്റെ അടിയോ സ്നേഹത്തിന്റെ തലോടലോ ആണ് അസുഖങ്ങള്, രോഗങ്ങള് എന്നൊക്കെയാണ് ഇതിനർത്ഥം. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആരാണെന്നറിയോ? സുബൈർ ഇബ്നുൽ അവ്വാം എന്ന ഹവാരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹവാരി എന്നറിയപ്പെടുന്ന ഇഷ്ട കൂട്ടുകാരൻ എന്ന് നബി തങ്ങൾ പറഞ്ഞവരുടെ മകൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. താബിഈങ്ങളിൽ വളരെ പ്രസിദ്ധനായ മഹാനാണ് ഉർവ റളിയല്ലാഹു അൻഹു. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അസ്മാ ബീവിന്റെ മോനാണ്. ആര്? സിദ്ദീഖ് തങ്ങളുടെ മോള് അസ്മാ ബീവി, ആയിഷ ബീവിന്റെ സഹോദരി. പക്ഷെ രണ്ടാളും രണ്ട് ഉമ്മമാരാണ്. ആയിഷ ബീവിന്റെ ഉമ്മ വേറെയാണ്, അസ്മാ ബീവിന്റെ ഉമ്മ വേറെ. ഉർവത്ത് ബിൻ സുബൈർ എന്ന പേര്. അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ അരികത്തേക്ക് മഹാനവറുകൾ ഷാമിലേക്ക് യാത്ര പോയ ചരിത്രമുണ്ട്. അല്ലാമ ഇബ്നു കസീർ എന്നവരൊക്കെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. യാത്ര പോയപ്പോ ആഖിലത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ക്യാൻസർ എന്ന് തന്നെയാണ് എന്റെ വാക്കർത്ഥം. അന്ന് ആഖിലത്ത് തിന്നുന്ന അസുഖം, ശരീരത്തെ തിന്നുന്ന അസുഖം. അന്ന് അതിനതാ പറയാ. അതായിരിക്കണം ഇന്നത്തെ ഈ അസുഖം. അല്ലാഹു അലം. കാല് നിലത്ത് വെക്കാൻ പറ്റാതെ മുറിവായി വ്രണമായി ഒലിക്കുകയാണ്. അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കൊട്ടാരത്തിലേക്ക് അച്ഛൻ ആരാണ്? മിൻ കിബാരി താബിഈൻ, താബിഈങ്ങളിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട മഹാനാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അപ്പൊ നല്ല ഡോക്ടർമാർ വരട്ടെ എന്ന് പറഞ്ഞു. ഡോക്ടർമാരെ കൊണ്ടുവന്നു. ഉർവത്ത് ബിൻ സുബൈർ എന്നവരുടെ കാലിൽ ചികിത്സ കൊടുക്കിയെന്ന് പറഞ്ഞു അബ്ദുൽ മലിക് ബിൻ മർവാൻ. അന്നത്തെ വലിയ ഖലീഫയാണ്. അപ്പൊ ഡോക്ടർമാരൊക്കെ VIP ഡോക്ടർമാരാ വന്നത്. അവർ നോക്കിയിട്ട് പറഞ്ഞു, കാല് മുറിക്കണം. ഇന്നത്തെ മുറി ആലോചിച്ച് നോക്കും. ഇന്നത്തെ പോലെ അല്ലല്ലോ. ബോധം കെടുത്താൻ കള്ള കൊടുക്കാം, വേറൊന്നും അങ്ങനത്തെ ഒരു അനസ്തേഷ്യ ഒന്നും ഇല്ലെന്ന്. അപ്പൊ ബഹുമാനപ്പെട്ടവരെ ഡോക്ടർമാരുടെ റൂമിലേക്ക് കൊണ്ടുപോയിട്ടവര് ഒരു ഗ്ലാസ് വൈൻ കയ്യിൽ കുടിച്ചു. ചെറുപ്പക്കാരെ നമ്മൾ ആലോചിക്കണേ. ന്യൂ ഇയർ വരുമ്പോ നമുക്ക് വേറെ ഓർമ്മ ഉണ്ടാവില്ല. അന്ന് അള്ളാൻ തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അത് ന്യൂ ഇയർ വേറെ ഏതോ വർഷം കൊണ്ടുവരണമെന്നാ വിചാരം. അന്ന് ഇതൊക്കെ ഹലാലാന്നാ ചിലർ വിചാരിക്കുന്നത്. അന്ന് കുറച്ച് കള്ള കുടിക്കാം. ഇതെന്താന്ന് ചോദിച്ചു. ഇത് നിങ്ങൾക്ക് മുഖദ്ദിർ, നിങ്ങളുടെ ബോധം കെടുത്താൻ വേണ്ടി ഇത് കുടിച്ചേക്കണം, അല്ലെങ്കിൽ കാല് മുറിക്കണ്ടേ. ഉലമാ പറയും ഈ സംഭവത്തിന്റെ ലൗല അസാനീദുഹു സഹീഹ മാ സദ്ദഖനാ. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ആലിമീങ്ങൾ അവിടെ എഴുതും, ഈ സംഭവത്തിന്റെ സനദ് സ്വഹീഹല്ലായിരുന്നുവെങ്കിൽ ഈ സംഭവം നമ്മൾ വിശ്വസിക്കൂലായിരുന്നു. മഹാൻ പറഞ്ഞെന്താണെന്നറിയോ? അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യം, യാ അല്ലാഹ്,
മാ കുൻതു ലിഅസ്തഈന അലാ ദഫ്ഇ ബലാഇല്ലാഹി ബിമഅസിയത്തില്ലാഹ്. എനിക്ക് അല്ലാഹു നൽകുന്ന ഒരു പരീക്ഷണം, ആ പരീക്ഷണമാണ് എന്റെ കാലിന്റെ അസുഖം. അത് മുറിച്ചില്ലെങ്കിൽ ശരീരത്തിലേക്ക് ഒന്നാകെ പടരും, അതുകൊണ്ട് മുറിച്ചു മാറ്റണം. ഈ പരീക്ഷണം തടുക്കാൻ വേണ്ടി അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ ഉർവ തയ്യാറല്ല. ആലിമീങ്ങൾ ഫത്വ കൊടുത്തത് ജായിസാണ്. എന്തേ? ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. ഇവിടെ ബോധം കെടണ്ടേ, പച്ചില മുറിക്കാൻ പറ്റിയ മനുഷ്യന്റെ കാല്. ജമാഅം പറഞ്ഞു, ദഊനി ഉസല്ലി ലിറബ്ബി റകഅതൈൻ, ഞാൻ wudu എടുത്തു വരാം, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കുന്ന നേരത്ത് നിങ്ങൾ എന്റെ കാല് മുറിച്ചോളൂ, അല്ലാതെ എനിക്ക് കള്ളു തരണ്ട, ഞാനത് തൊടില്ല എന്ന് പറഞ്ഞു. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, മഹാന്മാർ പറയാണ്, ഈ സംഭവത്തിന്റെ സനദ് സ്വഹീഹല്ലായിരുന്നുവെങ്കിൽ നിസ്കരിക്കുമ്പോ കാല് മുറിക്കുക എന്ന് പറഞ്ഞ സംഭവം നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഇത് സ്വഹീഹായ സനദുള്ള ഹദീസാണ്, റിവായത്താണ്, അഥറാണിത്. അത്രയും സ്ട്രോങ് സനദാണ് ഇതിന്റെ. അതുകൊണ്ട് വിശ്വസിച്ചേ പറ്റൂ. നിസ്കരിക്കുമ്പോ കാല് മുറിച്ചു. നിസ്കരിക്കുമ്പോ ഈച്ച വന്ന് നമ്മൾ അറിയുന്നുണ്ട്. നിസ്കരിക്കുമ്പോ ഫാൻ ഓഫായാൽ നമുക്ക് അറിയാൻ പറ്റും. വല്ല ചിന്താവാദം പോയാൽ നമ്മൾ നിസ്കാരം ഫാത്തിഹ മുഴുവൻ തെറ്റും. ഒരു അനൗൺസ്മെന്റ് പോയാൽ അത്തഹിയാത്ത് പഴക്കും. അതാണ് നമ്മുടെ നിസ്കാരം, അല്ലേ? ദഊനി ഉസല്ലി ലിറബ്ബി റകഅതൈൻ, ഞാൻ അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കാം, ആ നേരത്ത് നിങ്ങൾ എന്റെ കാല് മുറിച്ചേക്കണം. അങ്ങനെ നിസ്കാരത്തിൽ മുറിച്ച ഉടനെ ചൂടുള്ള എണ്ണ വെച്ചു കൊടുത്തു, ചോര നിൽക്കാൻ വേണ്ടി. അതിൽ അദ്ദേഹം ബോധം കിട്ടുന്നു. അങ്ങനെ സംഭവിച്ചത്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അവരുടെ സഹോദരൻ ഉർവത്ത് ബിൻ സുബൈർ, തങ്ങളാണിത്. ബോധം കെട്ടുപോകുന്നു. അത്ഭുതം അതല്ല, അദ്ദേഹത്തിന്റെ കൂടെ മകൻ വന്നിരുന്നു. 4 മക്കളാണ്. അതിൽ ഒരു മകനെ അവിടുത്തെ ഒട്ടകം കാലുകൊണ്ട് തട്ടിയപ്പോ, ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയും മരിച്ചിട്ടുണ്ടെന്ന്. ബോധം തെളിഞ്ഞപ്പോ അവിടെ കൂടിയ സ്വഹാബികളും താബിഈങ്ങളൊക്കെ വന്നിട്ട് മഹാനെ തഅസിയത്ത് ചെയ്യാൻ, അനുശോചനം അറിയിക്കാൻ. 2 അനുശോചനമാണ്. എന്തെങ്കിലും 2 എണ്ണം, ഒന്നിന്റെ കാല് പോയത് ശരിയാ, നിങ്ങളുടെ മകനും വഫാത്തായിട്ടുണ്ട്. കഥ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അല്ലാഹുവിലേക്ക് കയ്യുയർത്തിയ വാക്ക് പറ. ഈ ചരിത്രം പറയുമ്പോൾ പോലും നമുക്ക് വലിയ വേദനയോടുകൂടി ഇത് പറയാൻ കഴിയും. എങ്ങനെയാ പടച്ചോൻ ഇതൊക്കെ സഹിച്ചത്? എങ്ങനെയാ സഹിച്ചത്? അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അബ്ഖൈത വഅഖദ്ത വാഹിദൻ വഅബ്ഖൈത സലാസ. അല്ലാഹുവേ നിനക്ക് നന്ദി റബ്ബേ, 4 എണ്ണത്തിൽ നിന്ന് 1 നീ കൊണ്ടുപോയത്. എന്റെ 2 കാലും 2 കൈകളിൽ നിന്ന് 1 കാലല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ, 3 എണ്ണം അവിടെ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. നിനക്ക് സ്തുതി അല്ലാഹ്. ഒരു ഗ്ലാസ് വെള്ളം, അതിൽ ഒരു ഗ്ലാസിൽ, ഒരു കപ്പിൽ അര വെള്ളമുണ്ടെങ്കിൽ പോസിറ്റീവായി ചിന്തിക്കുന്ന ആൾ എന്ത് പറയും? 1/2 ഗ്ലാസ് വെള്ളമുണ്ട് എന്ന് പറയും. നെഗറ്റീവായി ചിന്തിക്കുന്ന ആൾ എന്ത് പറയും? അതിൽ പകുതി കാലിയാണല്ലോ എന്ന് പറയും. സംഗതി പകുതി കാലം, അതിൽ പകുതി കാലി തന്നെയാണ്. പക്ഷേ ഏതൊരു കാര്യത്തിന്റെയും നന്മ നോക്കുന്ന ആള് ആ ഉള്ളതേ പറയൂ, ഇല്ലാത്തതിനെ പറ്റി പറയൂല. അല്ലാഹുമ്മ അഖദ്ത മിന്നീ വലദൻ വഅബ്ഖൈത സലാസ. 4 മക്കളെ തന്നതിൽ 1 മോനെയല്ലോ നീ കൊണ്ടുപോയത്, 3 മക്കൾ എനിക്കിപ്പോഴും ബാക്കിയുണ്ടല്ലോ. കാലിങ്ങനെ കൊണ്ടുപോകും, അതിലേക്ക് നോക്കി പറഞ്ഞു. ആ ചരിത്രം നമ്മൾ മുമ്പ് അനുസ്മരിച്ചിട്ടുണ്ട്. ആ കാല് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയും. ഒരു ശരീരത്തിന്റെ ഒരു മുഴുവൻ വലിയൊരു അവയവമൊക്കെ ശരിക്കും മറവെയ്യണമെന്നാണ്, മനുഷ്യനെ മറവെയ്യുന്ന പോലെ മറവെയ്യണമെന്നാണ്. കൊണ്ടുപോകുമ്പോൾ കാലിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാ, അല്ലാഹുവേ, റിജുലുൻ ത്വാലമാ മശത് ഇലാ ത്വാഅത്തില്ലാഹ്. റബ്ബേ, ഈ കാലുകൊണ്ട് ഞാനൊരു തെറ്റിലേക്കും നടന്നു പോയിട്ടില്ല റബ്ബേ, ഇത് നിന്റെ അനുസരണയിലേക്ക് മാത്രം നടന്നു പോയ കാലാണ്. പക്ഷെ ആ കാല് അസുഖം വന്നു തെറ്റ് ചെയ്തുകൊണ്ടാണോ? അല്ല. തെറ്റ് ചെയ്യുന്നവർക്കാണോ അള്ളാഹു അസുഖം കൊടുക്കുന്നത്? അങ്ങനെയൊന്നും ഇതിൽ കണക്കില്ല. ആർക്കും വരാം. അലിമീങ്ങൾക്ക് വരും, സയ്യിദന്മാർക്ക് വരും, സാധാരണക്കാർക്ക് വരും, ഔലിയാക്കന്മാർക്ക് വരും. അമ്പിയാക്കന്മാർ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചു. ഇന്ന അശദ്ദന്നാസി ബലാഅനിൽ അംബിയാ സുമ്മൽ അംസലു ഫൽ അംസൽ.
അല്ലാഹുവേ, ഈ കാലുകൊണ്ട് തെറ്റിലേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് നിനക്കറിയുമല്ലോ റബ്ബേ, നിനക്കറിയുമല്ലോ. ഇത് നാളെ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്കൊരു ഹുജ്ജത്തായി, എനിക്കൊരു തെളിവായി, എനിക്കൊരു പ്രമാണമായി നിന്റെ മുന്നിലേക്ക് ഞാൻ നൽകുകയാണ് റബ്ബേ എന്ന് പറഞ്ഞ് ആ കാലിനോട് യാത്ര പറഞ്ഞ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, 4 മക്കളെ തന്നതിൽ ഒന്നിനെയല്ലേ നീ കൊണ്ടുപോയത് റബ്ബേ, 4 അവയവങ്ങളിൽ ഒന്നല്ലേ നീ എടുത്തിട്ടുള്ളൂ. ലക്കൽ ഹംദ്, നിനക്ക് സ്തുതി റബ്ബേ, നിനക്ക് സ്തുതി. നമുക്കത് പറയാൻ കഴിയുമോ മുഅ്മിനെ? എത്രയെല്ലാം നമ്മുടെ വലിയ കയ്യിലെ പൈസ ഇല്ല എന്നായിരിക്കും, നമുക്ക് ആരോഗ്യമില്ലേ? നമ്മുടെ കണ്ണിന് 2 കണ്ണുങ്ങ് നോക്കിയിട്ട് പറയാം, കണ്ണില്ലാത്ത ഒരാൾ നിങ്ങൾ 2 കണ്ണ് തരുമോ? 10 ലക്ഷം തരാം, 1 കോടി തരാം, 2 കണ്ണ് തരുമോ? ഞങ്ങൾ കൊടുക്കുവോ? അങ്ങനെ കൊടുക്കുന്നുള്ളൂ എന്നല്ലെങ്കിൽ പറഞ്ഞാട്ടെ, ഇല്ലല്ലോ. എന്തിനർത്ഥം? അതിന് അത്രയൊന്നും വില കിട്ടിയാൽ പോരാ, വിലമതിക്കാനാവാത്തതാണ്. ഇത് കൊണ്ടെടുക്കുമ്പോൾ നമ്മൾ പറയാം എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. കോടികളാണ് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നത്, കോടികളാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണില്ലേ, കിടന്നുറങ്ങണില്ലേ? ഇതുപോലും പറ്റാത്ത എത്ര ആളുകളുണ്ട്. നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? മേലുള്ളവരിലേക്ക് നോക്കണ്ടെന്നാണ്. അപ്പൊ അസൂയ വരും. നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവരിലേക്ക് നിങ്ങൾ നോക്കണം. പുണ്യനബി പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കച്ചവടക്കാരെ വിശ്വസിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അറ്റല്ല, താഴത്തേക്ക് നോക്കുക. ഇതുപോലും ഇല്ലാത്ത ആൾക്കാരില്ലേ? ഒരു വാടക റൂം പോലും എടുക്കാൻ പറ്റാത്ത കച്ചവടക്കാരില്ലേ? അൽഹംദുലില്ലാ. ഉന്നതിയിലേക്ക് മേലോട്ട് നോക്കി അറ്റല്ലല്ലോ അടച്ചോനെ, മേലേക്ക് നോക്കി അറ്റല്ല, താഴേക്ക് നോക്കാൻ നമ്മോട് ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഫൗഖകും. നിങ്ങളെക്കാളും അനുഗ്രഹങ്ങൾ ലഭിച്ചവരിലേക്ക് നിങ്ങൾ നോക്കല്ലിൻ, നിങ്ങളെക്കാളും അനുഗ്രഹങ്ങൾ കുറഞ്ഞവരിലേക്ക് നോക്കേണമേ. അല്ലാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാൻ അതാണ് നല്ലത് എന്ന് ശുദ്ധനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. നന്ദി ചെയ്യുന്നുണ്ടോ? എന്നാലും നന്ദി റബ്ബേ, നിനക്ക് സ്തുതി അല്ലാഹ്. ഇത് പറയണമെന്നാണ്, അൽഹംദുലില്ലാ എന്ന് പറയണം. അത് നിങ്ങൾ ചെയ്താൽ അസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാം. വലഇൻ കഫർതും, നന്ദി കേടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ ഭയാനകമാണ്, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെ വളരെ ശുദ്ധമായ ഹൃദയത്തോടുകൂടെ നേരിടാൻ കഴിയണം. പരീക്ഷണങ്ങൾ കൂടെയുണ്ടാകുമ്പോൾ അല്ലാഹു കൂടെയുണ്ട് എന്ന് മറന്നു പോവരുത്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയുണ്ട്. ആരാ ക്ഷമിക്കുക? പ്രയാസമുള്ളവരല്ലേ ക്ഷമിക്കുള്ളൂ, അല്ലാത്തവർക്ക് എന്ത് ക്ഷമ? പ്രയാസമുള്ളവരല്ലേ ക്ഷമിക്കുക. ആ ക്ഷമിക്കുന്നവരുടെ കൂടെ ആരുണ്ട്? അല്ലാഹുണ്ട്. നമ്മളെക്കാളും പ്രയാസം അനുഭവിച്ച ആളാ പുണ്യനബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ 7 മക്കളിൽ 6 മക്കളെയും വാപ്പ ജീവിച്ചിരിക്കെ അള്ളാഹു കൊണ്ടുപോയി. 6 മക്കളെയും ഹബീബിന്റെ കൈ കൊണ്ടാ ഹബീബ് നബി തങ്ങൾ ഖബറിലേക്ക് വെച്ചത്. അങ്ങനത്തെ ഒരു വാപ്പ ഉണ്ടാവും നമ്മുടെ ഇടയിൽ? 6 മക്കളിൽ ഒരു മോള് ഫാത്തിമ ബീബി മാത്രമാണ് നബി തങ്ങളുടെ ശേഷം വഫാത്തായത്. അത് 6 മാസം കഴിഞ്ഞപ്പോ, മരിക്കുമ്പോ 20 വയസ്സ്. അങ്ങനത്തെ വാപ്പയാ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ തങ്ങൾ കാന മുബ്തസിമൻ യഹുഷു, നബി തങ്ങൾ സന്തുഷ്ടരായിട്ടാണ് സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് വന്നത്. നബി തങ്ങളുടെ മുഖത്ത് സന്തോഷമായിരുന്നു. വിഷമമില്ലാത്തതുകൊണ്ടാണോ? അല്ല, വിഷമിഷ്ടം പോലുണ്ട്. ടെൻഷൻ ഇല്ലാത്തതുകൊണ്ടാണോ? എമ്പാടും ടെൻഷനുണ്ട്. പക്ഷേ അല്ലാഹു ഒരുപാട് നിഅമത്ത് വേറെ തന്നിട്ടുണ്ടല്ലോ റബ്ബേ. അതിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹുവിന്റെ സ്മരണയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പരീക്ഷണമുണ്ടോ? അത് പ്രശ്നമല്ല. സുഖമാണോ? അതും പ്രശ്നമല്ല. നോക്കുന്നത് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമാണ്. നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ? നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? നിങ്ങൾ നാവ് സൂക്ഷിക്കുന്നുണ്ടോ? കണ്ണു സൂക്ഷിക്കുന്നുണ്ടോ? അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുകയാണോ? ആ പരീക്ഷണം നിങ്ങൾക്ക് നിഅമത്താണ്.
പരീക്ഷണം വരുമ്പോ പതറിപ്പോവാണ്. അത് നമുക്ക് വിപത്താണ്. അല്ലാഹുവിനെ ചീത്ത പറയാൻ അത് വിപത്താണ്. മാ മിൻ സഅത്തിൻ തമുറു അല ബിനി ആദം ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ നജിമ അലൈഹാ യൗമൽ ഖിയാമ. അല്ലാഹുവിനെ ഓർക്കാതെ കടന്നുപോയ ഓരോ മണിക്കൂർ നേരത്തെക്കുറിച്ചും നാളെ മനുഷ്യൻ ഖിയാമത്ത് നാളിൽ സങ്കടപ്പെട്ട് വാവിട്ട് കരയുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബേ, ഒരു സിനിമ കാണാൻ 3.5 മണിക്കൂറാണല്ലോ റബ്ബേ ഞാൻ ചെലവഴിച്ചത് പറയുന്ന. വേണ്ടാത്തൊരു വീഡിയോ കാണാൻ 1 മണിക്കൂറാണല്ലോ ചെലവഴിച്ചത്, അല്ലെങ്കിൽ എത്ര മിനിറ്റുകളാണ്, എത്ര സമയമാണ്. കോമഡി അതും ഇതും വെറുതെ സമയം കൊല്ലുന്ന ഓരോന്നും കാണാൻ റബ്ബേ ഞാൻ ചെലവഴിച്ച മണിക്കൂറുകൾ എത്രയാണ്. അങ്ങനെ സങ്കടപ്പെടാൻ ഒരുപാട് മണിക്കൂറുകൾ നമുക്കുണ്ടാകും സൂക്ഷിക്കാതെ ജീവിച്ചാൽ. നമ്മൾ സങ്കടപ്പെടാനല്ല ഈ ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവിടെ സങ്കടമാണെങ്കിൽ എന്താ കാര്യം? അവിടെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. അതാണ് ജീവിതം. ഇതിങ്ങനെ കഴിഞ്ഞു പോകും. എത്ര പൈസ കിട്ടിയാലും നമുക്ക് തികയില്ല. പിന്നെ എന്തിനാ വെറുതെ അതിനു വേണ്ടി കാര്യമാണ്? എത്ര കിട്ടിയാലും നമുക്ക് തികയോ? വെറുതെ പറയാം. ആരോ പറയുന്നുണ്ട് അവിടെ എനിക്ക് പെരണ്ടായാൽ മതി, എന്റെ പ്രശ്നം തീരുന്നു. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഈ പെര എത്ര പോരല്ലോ എന്ന്. ബൈത്തുറഹ്മാൻ ഉണ്ടായി കൂട്ടെന്ന് വിചാരിക്കുക. അപ്പൊ പറയും ഇതിലിപ്പോ അപ്സ്റ്റെയർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതാ പറയാ മരവും വന്ന അവർ റൂം വേണ്ട മേലെ അതില്ലല്ലോ, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഒന്നും നമുക്ക് തികയില്ല. മനുഷ്യൻ അങ്ങനെയാണ്. പക്ഷേ ഉള്ളത് കൊണ്ട് തികയാൻ നമ്മുടെ ഖൽബ് കൊണ്ട് സാധിക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. അതുകൊണ്ട് ഹൃദയമാണ് വിഷയം എന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു സ്വലാത്തും കൂടെ ചൊല്ലിയാൽ നമുക്ക് അടുത്തൊരു ഇന്റർവെൽ ആകുമ്പോഴേക്കും പരിപാടി ക്ലോസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നിങ്ങൾ ഒറ്റയ്ക്ക് ഉറക്കെ ചൊല്ലി اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കുടിക്കാൻ വെള്ളമൊന്നുമില്ലേ? എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ചായ വെള്ളമൊക്കെ ഉണ്ടേ കൊടുക്കി. ഇല്ലെങ്കിൽ നാളെ വേദന ഉണ്ടോ? ഇന്നത്തെ ഒരു ദിവസം തന്നെ ഉള്ളൂ. ഓക്കെ ഒരു കട്ടൻ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കാൻ തോന്നുന്നുണ്ടാവില്ലേ അവർക്കൊക്കെ ഒന്ന് പോകാന്. ഇത് പച്ച ചൂടുള്ള വെള്ള. ഇതുമൊക്കെ നോക്കിയിട്ട് ഞാൻ കണ്ണൊളിക്കല്ലേ, ഇതിൽ മധുരമല്ല ഒന്നുമില്ല, ചൂടുള്ള വെള്ള. അവിടെ ഞാൻ കുടിച്ചോട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോ നമുക്ക് ദുആ വസിയത്തുകളൊക്കെ വരുന്നതിന് ഇൻഷാ അല്ലാഹ് എല്ലാം നമുക്ക് അവസാനം എല്ലാം ദുആ ചെയ്യാം. ജസാക്കുമുല്ലാഹ് ഖൈർ. അപ്പോ അൽഹംദുലില്ലാഹ്. رب لا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. സംശുദ്ധമായ ഖൽബ് റബീഉൽ അവ്വൽ വരാൻ പോവാണ്. ഏറ്റവും നല്ല ഹൃദയം ഹബീബിന്റെ ഹൃദയമാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഇന്നല്ലാഹ നദറ ഫീ ഖുലൂബി ഇബാദിഹി ഫവജദ അത്ഖാ ഖൽബിൻ ഖൽബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക മനുഷ്യരുടെ ഹൃദയങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിൽ ഏറ്റവും ശുദ്ധമായ ഖൽബ് ഹൃദയം ഹബീബിന്റെ ഹൃദയമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് നമ്മൾ ചെല്ലണം. മെല്ലെ ചെല്ലിയാൽ മതി, സ്വലാത്ത് ചെല്ലാതിരിക്കരുതേ. അവിടുന്ന് സന്തോഷത്തോടുകൂടെ ഇരിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുന്നാര നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഹബീബിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബി ഇഷ്ടകൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകള് നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹി ലീ ഇലൈക ഹാജ, എനിക്കൊരു കാര്യം പറയാനുണ്ട് നബിയേ. ഭർത്താവ് സന്തോഷിച്ചിരിക്കുമ്പോഴല്ലേ പെണ്ണുങ്ങള് നമുക്കൊരു മാല വാങ്ങല്ലേ, ഒരു മോതിരം വാങ്ങല്ലേ, കുട്ടിൻ്റെത് മാറ്റണ്ടേ എന്നൊക്കെ പറയുമ്പോ ഒരു മൂഡ് ശരിയാകുമ്പോഴല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കയ്യിൽ പൈസ ഇല്ല, പണിയില്ലാണ്ട് കുത്തിരക്കാണ്.
അപ്പൊ പിന്നെ ദേഷ്യപ്പെടും ചിലപ്പോൾ. അപ്പൊ നല്ല ഒരു സന്ദർഭം കണ്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് പറയാണ്, എനിക്കൊരു കാര്യം പറയണം നബിയെ അങ്ങയോട്. അപ്പൊ തങ്ങൾ ചിരിക്കുകയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സലീനി യാ ആയിഷ, ആയിഷ ബീവി നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ ഒറ്റടിക്ക് നമ്മൾ ചോദിക്കൂലല്ലോ. വീണ്ടും ബീവി പറഞ്ഞു, ലീ ഇലൈക ഹാജ, നബിയെ എനിക്കൊരു കാര്യം അങ്ങയോട് പറയാനുണ്ട് കേട്ടോ. പെണ്ണുങ്ങൾ രണ്ടട്ടം പറയും, ചിലപ്പോ മൂന്നോട്ടൊക്കെ പറയും ഒരേ കാര്യം. ആണുങ്ങൾ അങ്ങനെയല്ല, പെട്ടെന്ന് സ്ട്രൈറ്റ് ഫോർവേഡാണ്. ആ കാര്യം പറയാ, ഞാനൊക്കെ വേദർന്ന മാതിരിയായിരിക്കും ചിലപ്പോ, അതിനപ്പുറപ്പുറമൊന്നും പറയാനുണ്ടാവില്ല, വേഗം പറഞ്ഞു പോവുക. പെണ്ണുങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ അറിയോ, ഇപ്പൊ കല്യാണത്തിന് പോയാൽ ഉദാഹരണം പറയാം, ആണുങ്ങളും പോയി ചോറിച്ച് പോകുന്നുണ്ടാവും, പെണ്ണുങ്ങളും ചോറിച്ച് പോകുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ കല്യാണത്തിന് പോയി, ആ ഞാൻ പോയിനി, ഈ പോയോ? ഞാൻ പോയി. എന്നിട്ടോ? അപ്പൊ ഭർത്താവ് പറയും, ഞാൻ ചോദിച്ചു പോകുന്നു, ഞാൻ 12 മണിക്ക് തന്നെ പോകുന്ന അവിടെ നിന്ന് പറയും. പെണ്ണ് പറയും, പിന്നെ ചെല്ലുമ്പോഴേ നമ്മൾ അയലോകത്ത് ഓളുണ്ടായിരുന്നു, അവിടെ അമ്മായിമാരുടെ മോള് വന്നിരുന്നു, ഓള് ചുരിദാറിട്ടിരുന്ന്, അല്ലെങ്കിൽ ഓള് കൈമണ്ടും എത്ര 5 പവന്റെ മാലങ്ങൾ കണ്ടോ, ഭർത്താവ് കൊടുത്തയച്ച, ഇനി ഓള് ഗൾഫിക്ക് പോകുന്നുണ്ടല്ലോ തുടങ്ങി എല്ലാ കഥയും പറഞ്ഞ് കുട്ടിന്റെ കൈമുള്ളതും കുട്ടിന്റെ മേത്തുള്ളതും നമ്മളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ചോറിച്ചു പോന്നു, നമ്മൾ കഥ തീർന്നു. അവർക്ക് എത്രയൊക്കെ കഥ പറയാനുണ്ടാവും, അവിടെ ചെന്നതും മറ്റോളെ കണ്ടതും ഇവളെ കണ്ടതും, അപ്പം ആ ഉമ്മ പറഞ്ഞതും ആ പുതിയണ്ണിന്റെ കോലം, ഇങ്ങനെ തുടങ്ങി 100,000 കഥയിട്ടക്കാരെ അവർ കിടക്കാൻ നേരത്താക്കാരെ അത് പറയാം. അപ്പൊ ഭർത്താക്കന്മാരാണെങ്കിലോ ഒന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിക്കണം, നേരെ ഇവിടെ കഥ തീരുവോ, അപ്പോ നീ ഒന്ന് വേഗം പറയുന്നുണ്ടോ, അല്ലെ കഥ നാളെ പറയേണ്ടി വരും എന്നൊക്കെ പറയേണ്ടി വരും. ആണും പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസത്തിൽ ഒന്നിതാണ്, പെണ്ണുങ്ങൾ ഭയങ്കര ഇമോഷണലാണ്, അവര് വൈകാരികം, അവർക്ക് സ്നേഹം വെറുപ്പ് ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. നമ്മെ സംബന്ധിച്ചോളം അതൊക്കെ പെട്ടെന്ന് കഴിയും. അപ്പോ ഈ പെണ്ണുങ്ങൾ പറയണത് മുഴുവൻ കേട്ടു നിൽക്കാനുള്ള ക്ഷമ ഭർത്താവിനില്ലെങ്കിൽ, ഭർത്താവിന്റെ ക്ഷമക്കൊത്ത് കഥ ഒന്ന് ചുരുക്കാൻ പെണ്ണുങ്ങൾക്കും കഴിയണില്ലെങ്കിൽ ജീവിതം പ്രയാസമായിരിക്കും. മനസ്സിലായല്ലോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തങ്ങളോട് പറയാ, ലീ ഇലൈക ഹാജ. രണ്ടോട്ടം നബി തങ്ങൾ പറഞ്ഞു, ചോദിച്ചോളൂ ആയിഷ ബീവി, ചോദിച്ചോളൂ. അപ്പൊ നബി തങ്ങൾ സന്തോഷത്തിലാണെന്ന് ആയിഷ ബീവിക്ക് അറിയാം. അപ്പൊ ഒന്നുകൂടിയും പറഞ്ഞു. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുണ്യ നബിയോട് ചോദിക്കാൻ പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നുണ്ടാവുക? ആർക്കും ഉത്തരം കിട്ടി തോന്നുന്നുണ്ടല്ലേ? എന്താ ചോദിച്ചെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസ്അലുക അൻ തദ്ഉ ലീ അൻ യഗ്ഫിറല്ലാഹു ലീ. നബിയേ, നിങ്ങൾ ഈ പാവം ആയിഷാക്ക് വേണ്ടി ഒന്ന് ദുആ ഇറക്കണേ, അല്ലാഹു ആയിഷാക്ക് പുറത്തു തരാൻ. എന്റെ റസൂലേ, നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. നോക്കണം, ഹദീസ് പണ്ഡിതന്മാർ പറയാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ബുദ്ധി നോക്കണം. നല്ല സന്തോഷമുള്ള നേരത്തെ എന്ത് ചോദിച്ചാലും കിട്ടിയെന്ന് വരും. എനിക്കൊരു വസ്ത്രം വേണമെന്നോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇന്ന സാധനങ്ങൾ വാങ്ങണമെന്നോ, ഭക്ഷണം വേണമെന്നോ, എന്തൊക്കെ ചോദിക്കാം. ഒന്നുമല്ല, എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്ക് നബിയെ, ഞാനൊരു ചെറുപ്പക്കാരി പെണ്ണല്ലേ, എനിക്ക് അല്ലാഹു പുറത്തു തരാൻ ദ്വാരക്ക്, ഞാൻ എന്തൊക്കെയോ നിങ്ങളോട് പറയും. നബി തങ്ങളോട് ഫ്രീ ആയിട്ട് ഇടപെട്ടിരുന്ന മഹദിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പിന്നീടും 60 വയസ്സ് കഴിഞ്ഞിട്ട് ആയിഷ ബീവി വഫാത്താകുന്നുണ്ടോ? ആ ചരിത്രം നമ്മൾ കേൾക്കാറില്ല. നമ്മൾ നബി തങ്ങളുടെ കൂടെയുള്ള ആ ഒരു കൊച്ചു കാലഘട്ടത്തിലെ വികൃതിയും കുസൃതിയും ഒക്കെ കേൾക്കാറുള്ളൂ. ബീവി നബിയോട് പറയാം, എനിക്ക് വേണ്ടി ദ്വാരക്ക് നബിയെ. അങ്ങനെ പുണ്യ നബി ദുആ ഇറക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ. അല്ലാഹുവേ, എൻ്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണേ. ആകാശ ലോകങ്ങളുടെ വാതിലുകൾ ഹബീബിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. ബീവി അങ്ങോട്ട് ചാടിച്ചിരിക്കാൻ തുടങ്ങി. നബി തങ്ങൾ ചോദിച്ചു, അസുരിർത്തി, സന്തോഷായോ ആയിഷ ബീവി? വമാലിയലാ ഉസർ, എനിക്ക് എന്തുകൊണ്ട് സന്തോഷം വരേണ്ടതില്ല, ഞാൻ സന്തോഷിക്കൂലേ നബിയെ? വഖദ് ദഅാലി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലല്ലയോ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്, ഞാൻ അതുകൊണ്ട് സന്തോഷിക്കുക തന്നെയാണ് നബിയെ. എനിക്ക് പെരുത്ത് സന്തോഷായി നബിയെ, നല്ല സന്തോഷായിക്കണോന്നല്ല നിങ്ങൾ പറയല്ലേ? ഇവിടൊക്കെ ഒരു കുണൂന്ന് കൂട്ടൂല്ലേ നിങ്ങൾ ഈ ഭാഗത്ത്? നല്ല സന്തോഷം അയക്കണോന്ന് പറയേണ്ടി വരും. മലപ്പുറത്ത് അങ്ങനെ പറയില്ല, സന്തോഷം അയക്കണ് അറിയും. അവിടെ സുക്കൂന, നിങ്ങൾ ലമ്മാടല്ലേ കുണു. അപ്പോ വഖദ് ദഅാലി റസൂലുള്ളാഹ്,
എനിക്ക് നല്ല സന്തോഷമായി നബിയെ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തതല്ലേ, എനിക്ക് സന്തോഷിച്ചൂടെ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കാണ് നമ്മുടെ വിഷയം. യാ ആയിഷ, എന്റെ ഭാര്യയായ ആയിഷ, നിങ്ങൾക്കറിയുമോ, വല്ലാഹി ഇന്നി ലഅദഉ ലിഉമ്മതി കുല്ല ലൈലത്തിൻ അൻ യഗ്ഫിറല്ലാഹു ലഹാ ദുനൂബഹാ. ആയിഷ ബീവി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ സന്തോഷിക്കുന്ന പോലെ എന്റെ ഉമ്മത്തികൾക്ക് സന്തോഷിക്കാൻ ഞാൻ വക കൊടുക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിലെ ഓരോ രാത്രിയിലും എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു രാവുമില്ല ആയിഷ. ഞാൻ എല്ലാ രാത്രിയിലും എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. കൂടെയുള്ളവർക്കും ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്നവർക്കും. ആര്? നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിന്റെ കുടുംബത്തിന് ഇതായിരുന്നൂടെ, വീട്ടുകാർക്ക് ഇതായിരുന്നൂടെ, അഹ്ലു ബൈത്തിന്, അസ്വാജിന് അല്ല, ഉമ്മത്തികൾക്ക്. ഉമ്മത്തി യാ ഉമ്മത്തി, അതാണ് ഹബീബിന്റെ ഖൽബ്. എന്റെ ഉമ്മത്തികൾ, എന്റെ ഉമ്മത്തികൾ. യൗമ യദ്ഉ ആദമുൻ വ അംബിയാ നഫ്സി 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 നഫ്സിയാ. യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോളമുള്ള നബിമാര് മുഴുവനും പ്രവാചകന്മാർ. നഫ്സി നഫ്സി, എന്റെ കാര്യം, എന്റെ കാര്യം റബ്ബേ എന്ന് പറയുന്നിടത്ത് യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ, അംബിയാഇന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ഖിയാമത്ത് നാളിൽ പറയുന്ന വാക്ക് ഉമ്മത്തി ഉമ്മത്തി യാ ഉമ്മത്തി, എന്റെ ഉമ്മച്ചികളെ, എന്റെ ഉമ്മച്ചികളെ, എന്റെ ഉമ്മച്ചികളെ, എന്റെ സമുദായമേ എന്നാണ്. നബിന്റെ കുടുംബത്തെ അല്ല തങ്ങൾ വിളിക്കുന്നത് അവിടെ. ഹബീബിനെ വിശ്വസിച്ചവരെ അല്ലാഹുവേ നീ അവരെ രക്ഷപ്പെടുത്തണേ, അവർക്ക് മാപ്പ് കൊടുക്കണേ, അവർക്ക് പുറത്തു കൊടുക്കണേ, ഇത് പറയുന്ന ഹബീബാൻ. അതുകൊണ്ടാണ് മനുഷ്യരെ മുഴുവനും അല്ലാഹു നോക്കുമ്പോൾ ഇത്രമേൽ ഹൃദയശുദ്ധിയുള്ള ഒരാളെ ഹബീബിനെയല്ലാതെ അല്ലാഹുവിന്റെ സൃഷ്ടികളിലില്ല, തങ്ങളല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ടാണ് ഖൈറുൽ ബശറായി ഹബീബായ നബി തങ്ങളെ അല്ലാഹു തെരഞ്ഞെടുക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബാണ് വിഷയം, ഹൃദയമാണ് വിഷയം, ഹൃദയവിശുദ്ധിയാണ് വിഷയം, ഹൃദയവിശുദ്ധിയാണ്. വിഷമങ്ങളും പരീക്ഷണങ്ങളൊക്കെ പല വിധത്തിൽ വരും. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടുകെട്ടുകളിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ ഒക്കെ വിഷമങ്ങൾ വരും. അപ്പോഴൊക്കെ ഹൃദയം സൂക്ഷിക്കണേ. ഒരു പിണക്കമുണ്ടായിരുന്നു രണ്ടാളെ തമ്മിൽ. അതാരാന്നറിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. പിണക്കം എല്ലായിടത്തും ഉണ്ടാവില്ലേ? അമ്മായിമാരോടും പിണക്കം, കോൺസ്റ്റന്റ്ലി ഓൺ എ ഡെയിലി ബേസിസ്. അപ്പൊ പിണക്കം തന്നെയാ. കാരണം ചിലരുട്ടോ നല്ല അമ്മായിമാരുണ്ട് കേട്ടോ, മക്കളെ പോലെ മരക്കളെ കാണുന്ന അമ്മായിമാരുണ്ട്. എന്നാൽ ഏതോ നാട്ടിൽ നിന്ന് വന്ന് കൂടിയ ആളെ പോലെ മരിക്കോളം മരക്കളെ കാണുന്ന അമ്മമാരുണ്ട്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടത്തിലായിക്കൂടെ? അതാ നല്ലത്. സക്രാത്ത് നേരത്തെ വെള്ളമെങ്കിലും കിട്ടാൻ നല്ലതാ. അതാ മക്കളൊന്നും ഉണ്ടാവില്ല, ഓരോ കെട്ടിച്ചു കൊടുത്ത് പോയിട്ടുണ്ടാവും, പിന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവള് വെറുപ്പിച്ചാൽ പിന്നെ വല്ലതും കിട്ടുമോ? തൊണ്ട നനയാതെ മരിക്കേണ്ടി വരും. അപ്പോ ഇവിടെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല ഒന്നല്ലേ, നല്ല നാടാണ് മാഷാ അല്ലാഹ്. അപ്പോ ചെറിയ പ്രശ്നം സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും തമ്മിൽ റളിയല്ലാഹു അൻഹുമാ. രണ്ടുപേരും മഹാന്മാരാണ്. അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങൾ കഴിഞ്ഞാൽ അടുത്തത് ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ പറയാനില്ലല്ലോ. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോ ഉമർ തങ്ങളോട് ഉമർ എന്നവരെ മാപ്പാക്കണം എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു എന്തോ ദേഷ്യത്തില് ആയിട്ടില്ല എന്ന് പറഞ്ഞു വിട്ടു. സിദ്ദീഖ് തങ്ങൾക്ക് ഭയങ്കര വിഷമായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുമ്പിൽ ഓടി വരുന്നു റളിയല്ലാഹു അൻഹു. വഖദ് ബദത് റുക്ബതുഹു മിൻ ശിദ്ദത്തിൽ സഅയി, ഓട്ടത്തിന്റെ ഊക്കൊണ്ട് കാലിൽ നിന്ന് വസ്ത്രം വരെ പൊങ്ങിയിട്ടുണ്ട്, മുട്ട് കാണുന്നുണ്ട്. അങ്ങനെ തോട്ട ഓടി വരുന്നത്. തങ്ങൾ പറഞ്ഞു, ഇന്ന സാഹിബക്കും ഫഖദ് ഗാമർ,
ഇന്ന സ്വാഹിബക്കും ഫഖദ് ഗാമർ, അതാ ശ്രദ്ധിക്കുന്നവർ വരുന്നു, നന്മയിലേക്ക് ഓടി വരുന്ന ആളാണത്, നന്മയിലേക്ക് ഓടി വരുന്ന ആളാണ്. ഫഖദ് ഗാമർ, മുഗാമറ എന്നൊക്കെ പറയാൻ ശരിക്കും അഡ്വഞ്ചർ എന്നാണ്. സത്യത്തിന്, ധർമ്മത്തിന്, നന്മയ്ക്ക് വേണ്ടി അഡ്വഞ്ചർ ചെയ്യുന്ന മഹാൻ എന്നൊക്കെയാണ് ആ വാക്കുകൊണ്ട് തങ്ങൾ ഉദ്ദേശിച്ചത്. വല്ലദീ ജാഅ ബിസ്സുദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. അതാണ് സിദ്ദീഖെന്നവർ. നബിയെയും സിദ്ദീഖെന്നവരെയും പറ്റി ഇറങ്ങിയ ആയത്താണിത്. വല്ലദീ ജാഅ ബിസ്സുദ്ഖി വസദ്ദഖ ബിഹി, സത്യം കൊണ്ടുവന്നവരും ആ കൊണ്ടുവന്ന സത്യം അംഗീകരിച്ചവരും. ആരാ കൊണ്ടുവന്നത്? നബി തങ്ങൾ. അംഗീകരിച്ചത് സിദ്ദീഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു. ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവര് മുത്തഖീങ്ങൾ തന്നെയാണ്. ഇനി എന്ത് സർട്ടിഫിക്കറ്റാ കിട്ടേണ്ടത്? അല്ലാഹു പറയാണ്, പേര് പറഞ്ഞില്ല എന്നുള്ളൂ. ഇന്ന സ്വാഹിബക്കും ഹാദാ ഫഖദ് ഗാമർ, നന്മയിലേക്കാണ് ഓടി വരുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് കാര്യം പറഞ്ഞു. യാ റസൂലല്ലാഹ്, നബിയേ, ലഖദ് കാന ബൈനി വബൈന ഉമർ ബഅദു ശൈ, ഞാനും ഉമർ എന്നവരും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നബിയേ. ഫജിഇതു അസ്തസ്മിഹു, സാമിഹ്നി, എനിക്ക് പുറത്തു തരണം, എനിക്ക് മാപ്പാക്കണം എന്ന് മുസാമഹത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്നു. ഫഅബാ അലൈഹി, ഞാൻ മാപ്പാക്കി തരൂല. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുട്ടോ പിന്നീട്. അങ്ങനെ ആർക്കും പറയാൻ പാടില്ലേ, ആർക്കും അങ്ങനെ പറയാൻ പാടില്ല. എങ്ങനെ മാപ്പാക്കി തരണേ എന്ന് ചോദിച്ചാൽ ഞാൻ മാപ്പാൻ മരിച്ചോളം പൊരുത്തപ്പെടില്ല എന്നൊക്കെ പറയും ചില പെണ്ണുങ്ങൾ. അങ്ങനെ പറയാൻ പാടില്ല, പറയാൻ പാടുള്ളതല്ല. ഒരാൾ മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കണമെന്നാണ്. എനിക്ക് മാപ്പാക്കി തരണം എന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പാക്കി തന്ന മോളെ, ഉമ്മ അത് അപ്പഴേ മറന്നു, വാപ്പ അത് അപ്പളേ മറന്നു, ഞാനത് അപ്പളേ വിട്ടു, ഇങ്ങനെയാ പറയേണ്ടത്. നിങ്ങൾ മാപ്പ് കൊടുത്തില്ല എന്ന് വിചാരിക്കുക, ഒരു കുഴപ്പമില്ല, അള്ളാഹ് മാപ്പ് കൊടുക്കും. കാരണം നിങ്ങളോട് മാപ്പ് ചോദിക്കലാണ് ഇവരുടെ ബാധ്യത. നിങ്ങൾ കൊടുത്തില്ലെങ്കിലും അപ്പൊ അള്ളാഹ് ഇറക്കി കൊടുക്കും. കാരണം നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളോട് നിങ്ങളുടെ ഒരു കൂട്ടുകാരി, പെണ്ണുങ്ങളെ, ആണുങ്ങളെ, നിങ്ങളോട് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എനിക്ക് മാപ്പാക്കണമെന്ന് പറഞ്ഞാൽ ഫസാമിഹ്, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം. തരൂല എന്ന് പറയാൻ പാടില്ല. ശരിക്കും മനസ്സിലാക്കണം, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം. മാപ്പ് തരൂല എന്ന് പറയാം. ഉംറക്ക് പോകുമ്പോ അജ്ജിനും ഉമ്മയുടെ പൊരുത്തപ്പെടിക്കല്, പോയി വന്നിട്ട് കാണിച്ചു തരട്ടോ എന്ന് അതിന്റെ അർത്ഥം. ടെമ്പററി പൊരുത്തപ്പെടിക്കലാണ്. ഇവിടെ പഴയ പോലെ തന്നെ അജ്ജ് ചെയ്യുന്ന. അപ്പൊ ആൾക്കാർ തള്ള അജ്ജിന് പോയി പുറത്ത് കായ് കളഞ്ഞു എന്നല്ലാതെ എന്ത് കാര്യം. ആ കുടുംബവും അതൊക്കെ അതേപോലെ ആ ദേഹത്തിന് ഇറങ്ങിപ്പോയിട്ടില്ല, കാശ് പോയി എന്നല്ലാതെ എന്താ കാര്യം. അപ്പൊ അങ്ങനെ ആയിപ്പോകരുത്. മാപ്പ് ചെയ്ത് കൊടുക്കുക, പൊരുത്തപ്പെട്ടു കൊടുക്കുക. സിദ്ദീഖ് തങ്ങൾ നബിയോട് പരാതി പറഞ്ഞു. നബിയെ, ഞാനും സിദ്ദീഖ് എന്നവരും തമ്മിൽ, ഞാനും ഉമർ എന്നവരും തമ്മിൽ കാന ബഅദ ശൈ, ചെറിയൊരു എന്തോ ഒരു ചെറുതുണ്ടായിരുന്നു നബിയെ. അങ്ങനെ പറയാവൂന്ന ഓൾ ഇന്നെ അങ്ങനെ പറഞ്ഞു. തെളിവാണോ? അതാ വാട്സപ്പിൽ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ തെളിവൊന്നും അവിടെ സമർപ്പിക്കണ്ട. ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ മതി. അതിന്റെ വിശദീകരണമോ അതിന്റെ എക്സ്പ്ലനേഷനോ ഒന്നും കൊടുക്കരുത്. അത് വീണ്ടും ആ വിഷയത്തെ വഷളാക്കല്ലേ ചെയ്യുക. അത് പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കും, പിന്നെ ശബ്ദരേഖ, സുബ്ഹാനല്ലാഹ്, വോയിസ് റെക്കോർഡിങ്. എന്തിനെന്നറിയാം? മരിക്കോളം ഓർത്തിട്ട് ദേഷ്യം വരാന്. എന്തിനാ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂടെ? പൊന്നാര സഹോദരന്മാരെ, സഹോദരിമാരെ, എന്തിനത് കൊണ്ടടങ്ങുന്നത്? നമുക്ക് വേദന ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ആരൊക്കെ പറഞ്ഞു അത് ഞാനൊന്നും കേൾക്കലേ ഇല്ല കേട്ടോ. കുറേ ഒക്കെ എന്നെ ചീത്ത അറിയില്ല. ഞാൻ തൊട്ടുപോകൂലാവുന്നു. എന്തിനാ വെറുതെ കണ്ടിട്ട് നമ്മൾ സമയം കളയണേ? നമ്മൾ പറയേണ്ടത് പറയേണ്ടി വരും. അപ്പൊ അത് ഇഷ്ടപ്പെടാത്തവർ ഇങ്ങോട്ട് പറയാനുള്ള പോലും പറയും. പോലെ സ്വാതന്ത്ര്യം ഒരു പറഞ്ഞോട്ടെ. നമ്മൾ അവരോട് വല്ല വേദനയും വെറുപ്പും വിളിച്ചു വിട്ടാൽ ഒരു പ്രശ്നവുമില്ല. ഒരാളോട് ഒരു വെറുപ്പുമില്ല. അൽഹംദുലില്ലാഹ്, ആരോടുമില്ല. ഉണ്ടാവും ചെയ്യരുതെന്നാ പ്രാർത്ഥന. നമ്മൾ വെറുപ്പ് കൊണ്ടിടക്കരുത്. സ്വർഗത്തേക്ക് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് അല്ല. അപ്പൊ നമുക്കും പറഞ്ഞൂടെ അതേമാതിരി 4 മറുപടി? അള്ളാഹിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അത് ആലോചിച്ചിട്ട് മാത്രം. അല്ല അവർക്ക് മറുപടി പറയാനോ അതൊന്നും തിരിയാത്തത് കൊണ്ടല്ല. നമ്മൾ ചെയ്യാൻ പാടില്ല. അള്ളാഹിന്റെ റസൂലിന് അത് ഇഷ്ടമല്ല, പിന്നെന്തിനാ ഞാൻ ചെയ്യുന്നത്? നമ്മളൊക്കെ അങ്ങനെയാ ചിന്തിക്കേണ്ടത്. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നബിയെ. അങ്ങനെ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് ഞാൻ ഉമർ എന്നവരുടെ അരികത്തേക്ക് ചെന്നു. ഫഅബാ അലയ്യ, അങ്ങനെ ഉമർ എന്നവർ എനിക്ക് മാപ്പ് തന്നില്ല നബിയേ. ഫജിഅതുക യാ റസൂലല്ലാഹ്, അതുകൊണ്ട് നബിയേ ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. തസ്തഗ്ഫിറു ലീ, എനിക്ക് വേണ്ടി അങ്ങ് മാപ്പ് ചോദിക്കണം അല്ലാഹുവിനോട്.
തങ്ങളോട് വന്ന് പറയാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, ഹബീബേ നിങ്ങൾ എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണമേ, അബൂബക്കറിന് പുറത്തു കൊടുക്കണേ എന്ന് അങ്ങ് അല്ലാഹുവിനോട് ചോദിക്കും നബിയെ. ഉമർ എന്നവർ മാപ്പ് തരാൻ തയ്യാറായിട്ടില്ല. പറഞ്ഞു നിർത്തുമ്പോ അതാ വരുന്നു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ നബിക്ക് ചെറിയൊരു ദേഷ്യം ഇങ്ങനെ വന്നിട്ടുണ്ട്. നബിക്ക് അത്ര ഇഷ്ടപ്പെട്ട ആളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ കരുതി കൂട്ടി ഒന്നും ചെയ്യൂല എന്ന് നബിക്കറിയാം. റളിയല്ലാഹു അൻഹു വല്ലാത്ത ഇഷ്ടായിരുന്നു കേട്ടോ. തങ്ങൾ വഫാത്താകാൻ സമയമായപ്പോഴേ മദീനത്തെ പള്ളിയുടെ എല്ലാ വാതിലും അടച്ചേക്കണം എന്ന് പറഞ്ഞു. തങ്ങൾ എല്ലാ വാതിലും അടക്കണം രാത്രി. ഇല്ലാ ഖൗഖത അബീ ബക്രിൻ, എൻ്റെ അബൂബക്കർ വരുന്ന വാതിലുണ്ട്, അത് അടക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇപ്പോഴുണ്ടത്. ബാബു സലാമിലേക്ക് നബി തങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി കയറൂലേ, ഫസ്റ്റ് വാതിൽ, അതിന് നേരെ ഇടതു ഭാഗത്തുള്ള വാതിൽ ബാബു സിദ്ദീഖ് എന്ന പേര്, സിദ്ദീഖ് തങ്ങളുടെ വാതിലാണ്, അത് അടക്കരുത് എന്ന് പറഞ്ഞു. അവിടുത്തെ മിമ്പറിൽ കയറി നബി തങ്ങൾ പറഞ്ഞു, ഒമാമിൻ അഹദിൻ, എനിക്കൊരുപാട് ആളുകൾ ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട് ഇവിടെ, പക്ഷെ അവരൊക്കെ ചെയ്ത ഉപകാരങ്ങൾക്ക് ഇല്ലാ കാഫഅതുഹു അലൈഹ, ഞാൻ അതിന് തിരിച്ചുപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇല്ലാ അബൂബക്കറിൻ, എൻ്റെ അബൂബക്കർ ഒഴികെ. ലാ യുകാഫിഉഹു അലൈഹി ഇല്ലല്ലാഹ്, എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് തിരിച്ചെനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, അതിന് പകരം അല്ലാഹുവാണ് സിദ്ദീഖ് എന്നവർക്ക് കൊടുക്കുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞത് ഒരാളെക്കുറിച്ച് മാത്രമാണ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ നബിക്ക് വേണ്ടപ്പെട്ട ഹബീബാണ്, ഹബീബിന്റെ ഖൽബാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോ അവരെ വേദനിപ്പിച്ച നബിക്ക് ദേഷ്യം വരൂലേ? ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് ഇങ്ങനെ ദേഷ്യം വരാൻ തുടങ്ങി. ദേഷ്യം വന്നാൽ നബിയുടെ കവിൾ ഇങ്ങനെ ചെമന്ന് വരും. നല്ല ഭംഗിയുള്ളവരാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅന്നമാ ഫുഖിഅ ഫീ വജ്ഹിഹി ഹബ്ബുർ റുമാൻ, ഉർമാൻ പഴത്തിന്റെ കുരു മുഖത്ത് പൊട്ടിച്ച പോലുണ്ട്. അപ്പൊ ചോര നിറം വരൂലേ? അങ്ങനെയാണ് ആ സംഭവത്തെ സംബന്ധിച്ച് പറഞ്ഞത്. നബിന്റെ മുഖം കണ്ട് ചമന്ന് തുടുത്തു. കഅന്നമാ ഫുഖിഅ ഫീ വജ്ഹിഹി ഹബ്ബുർ റുമാൻ, ഉർമാൻ പഴത്തിന്റെ കുരു പൊട്ടിച്ച പോലുണ്ട് ഹബീബിന്റെ കവിള്. നബി തങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. അപ്പൊ സിദ്ദീഖിനവർക്ക് പേടിയായി. ഉമർ റളിയല്ലാഹു അൻഹു വരുമ്പോ നബി തങ്ങൾ, നമ്മളാണെങ്കിൽ എന്താ പറയാ, ആ നിൽക്കട്ടെ, കേക്കട്ടെ, പറയട്ടെ, നബിയോട് പറയട്ടെ, നല്ല ചീത്തട്ടെ, അങ്ങനെയല്ലേ പറയാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുമ്പിൽ അങ്ങോട്ട് വീണു. യാ റസൂലല്ലാഹി കുൻതു അദ്ലമ അന കുൻതു അദ്ലമ കുൻതു അദ്ലം, നബിയേ യാ റസൂലല്ലാഹ്, ഉമർ എന്നവരെ ചീത്ത പറയരുത് നബിയേ, ദേഷ്യപ്പെടരുത് നബിയേ, ഞാനാണ് ദുൽമ ചെയ്തത്, എന്റെ പക്ഷത്താണ് തെറ്റ് നബിയേ, എന്റെ പക്ഷത്താണ് തെറ്റ് നബിയേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുമ്പിൽ അങ്ങ് ഉറക്കെ പറയാൻ തുടങ്ങി. എന്തിനെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചെങ്ങാനും നബി തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ ഖസിറ ബിഹ ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും ഉമർന്നവർക്ക് നഷ്ടമായി പോകും. അങ്ങനത്തെ ഒരു വാക്ക് പോലും ഹബീബിന്റെ നാവിൽ നിന്ന് വരരുത് എന്ന് വിചാരിച്ചിട്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, നബിയേ ഞാനാണ് തെറ്റ് ചെയ്തത് നബിയേ, എന്റെ പക്ഷത്താണ് തെറ്റ്. സംഗതി ആരുടെ പക്ഷത്താ തെറ്റ്? ഉമർ തങ്ങളുടെ കയ്യിലായിരുന്നു. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങളെപ്പോലെ നൂറുകണക്കിന് സുന്നത്ത് നിസ്കാരം തഹജ്ജുദ് നിസ്കരിച്ചതല്ല സിദ്ദീഖ് തങ്ങളുടെ സ്ഥാനം കിട്ടാൻ കാരണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാ കാന അസ്വമ മിഥലക്കും, നിങ്ങളെപ്പോലെ ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്ന ആളൊന്നുമായിരുന്നില്ല. വലാകിൻ ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി, അവരുടെ ഹൃദയത്തിന് അല്ലാഹു കൊടുത്ത ഒരു ശുദ്ധിയുണ്ട്. ആ ഖൽബ് കൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു സ്വഹാബത്തിന്റെ മീതെ എത്തിയത്. സ്വഹാബികളിൽ ആരും സിദ്ദീഖ് എന്നവരുടെ അരികത്തേക്ക് എത്തൂല. അവരാണ് ആദ്യത്തവർ. സിദ്ദീഖ് തങ്ങളുടെ ശേഷമേ ഉമർ എന്നവർ വരൂ, അവർക്ക് ശേഷമേ ഉസ്മാൻ തങ്ങൾ വരുന്നുള്ളൂ, അവർക്ക് ശേഷമേ അലിയാർ തങ്ങൾ വരുന്നുള്ളൂ, അവർക്ക് ശേഷമാണ് ബാഖിൽ അശറത്തുൽ മുബശ്ശിരീൻ. അങ്ങനെ സ്വഹാബിമാരിൽ താബിഈങ്ങളിൽ താബിഈങ്ങളിൽ എല്ലാ ആബിദീങ്ങളെക്കാളും ഔലിയാക്കന്മാരെക്കാളും സ്ഥാനത്തിരിക്കുന്ന അല്ലാഹുവിന്റെ വലിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തേ കാരണം? ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി, ഹൃദയം ശുദ്ധമായിരുന്നു, വെറുപ്പ് കൊണ്ടിടന്നിട്ടില്ല. അതാണ് സിദ്ദീഖ് തങ്ങളുടെ പ്രത്യേകത റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇമാം മാലിക് സാഹിബുൽ മുവത്ത,
സമയം കഴിഞ്ഞ് നമ്മൾ നിർത്തില്ലേ? 10 മണിക്കാണ് തുടങ്ങിയത്. 10:10 10:10 ഒരു 12:10 വരെ പോലെ. ഇൻഷാ അല്ലാഹ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സാഹിബുൽ മുവത്ത എന്ന ഗ്രന്ഥം എഴുതിയ മഹാൻ. ആ മുവത്ത എന്ന ഗ്രന്ഥം എഴുതിയപ്പോഴേ ചില മുത്തല്ലിമീങ്ങൾ, ചില മുദരിസുമാരും മൈൻഡ് ഖറാബാക്കും. അന്ന് ചില മൂലരുട്ടുകൾ വന്നിട്ട് ഇമാം മാലിക് തങ്ങളോട് പറഞ്ഞു, മാലിക് എന്നവരെ നാട്ടുകാർ പറയുന്നുണ്ട് ഇമാം മാലിക് എന്നവരുടെ മുവത്തൊക്കെ, അന്ന് മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം, മുവത്ത എന്ന് പറഞ്ഞാൽ ഓൾ അഗ്രീഡ് അപ്പോൺ, എല്ലാവരും സമ്മതിച്ച ഒരു ഗ്രന്ഥം എന്ന വാക്കിനർത്ഥം. ഹദീസ് ഗ്രന്ഥമാണ്. അതിൽ ഫിഖ് ഉണ്ട്, സ്വഹാബത്തിന്റെ ഫിഖ് ഉണ്ട്, സ്വഹാബികളുടെ ഇജ്തിഹാദുകൾക്കുണ്ട്. അങ്ങനത്തെ ഒരു കിതാബാണ്. ഉസ്താദ്മാർക്കൊക്കെ അറിയും, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോ അന്ന് ഇമാം മാലിക് എന്നൊരു ചെറുപ്പക്കാരനാണ്. അപ്പൊ അവിടെ അങ്ങനെ ഒരു സംസാരം, ഇമാം മാലിക് എന്നവരിപ്പോ മുവത്ത ചെയ്തിട്ടിപ്പോ ആര് വായിക്കാനാ? വലിയ വലിയ ആലിമ്യങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് ഇബ്നു അബീ ദിഅ്ബ് മിസ്ർ പണ്ഡിതനാണ്, ഈജിപ്തുകാരനാണ്, താബിഈയാണ്. ഇബ്നു അബീ ദിഅ്ബ് തങ്ങൾക്കൊരു മുവത്ത എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. ഇമാം സുഹരി തങ്ങൾക്ക് മുവത്ത ഉണ്ട്. അപ്പൊ ഈ മുവത്തൊക്കെ ഉണ്ടാകുമ്പോ ഇമാം മാലിക് എന്നൊരു മുവത്തപ്പോ ആര് നോക്കാനാ എന്ന ഒരു വാക്ക് അവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നു. അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലാണ്ട് പരന്നിട്ടില്ല, കുറച്ച് ആൾക്കാരെ കേട്ടിട്ടുള്ളൂ. ആ കേട്ടോല് ചില ശിഷ്യന്മാർ എന്ത് ചെയ്തു, ഇമാം മാലിക് തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാലിക് എന്നവരെ, ഞങ്ങളുടെ ഉസ്താദെ, ആരെ ഇമാം മാലിക് എന്നവരെന്നറിയോ? മദീനത്ത് ജീവിച്ചു, ഒരു ഹജ്ജ് ചെയ്തു, പിന്നെ ഹജ്ജിന് പോയില്ല, മരിക്കുകയാണെങ്കിൽ മദീനത്ത് മരിക്കണം. മദീനത്ത് ഒട്ടകപ്പുറത്ത് നടന്നില്ല, മദീനത്ത് ചെരുപ്പിട്ടില്ല. എന്തെന്നറിയോ? മണ്ണിന്റെ താഴെ ഹബീബ് കിടക്കല്ലേ, ഞാൻ ചെരുപ്പിട്ട് നടക്കേ. മണ്ണിന്റെ താഴെ ഹബീബല്ലേ, ഞാൻ ഒട്ടകപ്പുറത്ത് കയറിയേ. അങ്ങനെ ഹബീബിന്റെ പള്ളിയിൽ ഇഅ്തികാഫിരുന്ന ഹദീസ് പണ്ഡിതനും ഇമാം ഷാഫി, നമ്മളെ ഇമാം ഷാഫി തങ്ങളുടെയും ഉസ്താദാണ്. ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദും മുഅല്ലിമും മുഖരിയുമാണ് ആര്? ഇമാം മാലിക് തങ്ങള്. അങ്ങനത്തെ മഹാൻ. അപ്പൊ അവരോട് ശിഷ്യന്മാരും എന്ന് പറഞ്ഞതാണ്, ഇങ്ങനെ ഫിത്ന നടക്കുന്നുണ്ട് ഉസ്താദെ, നിങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇമാം മാലിക് എന്നവർ കൊടുത്ത മറുപടി നോക്കണം. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തത് എന്താണോ അതിവിടെ ബാക്കിയാവും. വേറൊന്നും പറഞ്ഞില്ല. ഇപ്പോ അല്ലാമ ഇബ്നു അബീ ദിഅ്ബ്, നമ്മൾ അദ്ദേഹത്തെ സ്മരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്ര സംഭവങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മുവത്ത ഇന്ന് ലോകത്തിൽ ഇല്ല എന്ന് പറയാം. മത്ബൂ അല്ല, കിട്ടാനില്ല. ഇമാം സുഹരി തങ്ങളുടെ മുവത്ത ആലിമ്യങ്ങൾക്ക് അറിയുന്നല്ലാണ്ട് പ്രസിദ്ധമായ ഒരു മുവത്ത എന്ന് പറഞ്ഞ ഒരാളുടെ മുവത്തയാണ് മുവത്ത ഇമാം മാലിക്. ഇമാം മാലിക് എന്നവരുടെ മുവത്തയാണ്. അത്രയും സൗമ്യനും വിനയാന്വിതനുമാണ് ഇമാം മാലിക് തങ്ങൾ. അന്നത്തെ ഏറ്റവും വലിയ ഭരണാധികാരി അബൂ ജഅഫർ അൽ മൻസൂർ ഖലീഫ, അദ്ദേഹം പറഞ്ഞു, അന്ന് ലോകത്ത് ഇസ്ലാം വ്യാപിച്ച ഒരു കാലഘട്ടമാണ്. ഇസ്ലാം ചൈനയുടെ മേലേക്ക് എത്തിയിട്ടുണ്ട്, ഇങ്ങ് മൊറോക്കോയിലെത്തിയിട്ടുണ്ട്, മേലോട്ട് സ്പെയിൻ കടന്നു പോയിട്ടുണ്ട്, ഇറ്റലിയുടെ ഭാഗത്തേക്ക് ഇസ്ലാം എത്തിയിട്ടുണ്ട്, ഇപ്പുറത്ത് പാകിസ്ഥാനിന്റെ ഈ ഭാഗത്തേക്ക് സിന്ധിലേക്ക്, ഇന്ത്യ മുഴുവൻ കടന്ന് സിന്ധിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങ് അതും കഴിഞ്ഞ് റഷ്യയുടെ ഭാഗം, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ വരെ മാവറ അന്നഹർ എന്ന് പറഞ്ഞ രാജ്യങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ കിതാബിലൊക്കെ മാവറ അന്നഹർ, ജയ്ഹു നദിക്ക് അപ്പുറത്തുള്ള രാജ്യം. ജയ്ഹു നദിയാണ് ഉസ്ബെക്കിസ്ഥാനിന് ബോർഡർ ചെയ്യുന്നത്. ആ നദി ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ കിതാബ് ഓതുമ്പോഴൊന്നും അറിയില്ലായിരുന്നു ഏതാണ് ഈ മാവറ അന്നഹർ, ഏത് നെഹറിനെ പറ്റി പറയുന്നത് നമുക്ക് അറിയില്ലായിരുന്നു. സാമാരൊക്കെ പറഞ്ഞുതരും, പക്ഷെ നമുക്കൊന്നും മാപ്പൊന്നും സ്റ്റഡി ചെയ്യുന്നില്ലല്ലോ, അന്ന് ഗൂഗിൾ എർത്ത് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ നദി ഉണ്ടാവുക, നദിന്റെ അപ്പുറത്തുള്ളതാണ്. അപ്പൊ മാവറ അന്നഹർ എന്ന് പറയുമ്പോൾ ഉസ്ബെക്കിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇതൊക്കെയാണ് ആ രാജ്യങ്ങൾ. റഷ്യയുടെ പഴയകാല റഷ്യയുടെ ഭാഗങ്ങൾ. അവിടം വരെ ദീനെത്തിയ കാലമാണ്. അതിന്റെ ഖലീഫയാണ് ആര്? അബൂ ജഅഫർ അൽ മൻസൂർ. അപ്പൊ അദ്ദേഹം പറഞ്ഞു മാലിക് ഇമാമിനോട്, ഇമാം മാലിക് എന്നവരെ ഒരു ഓഫർ കൊടുക്കുകയാണ്. നിങ്ങളുടെ ഈ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം, അത് ഞാൻ എല്ലാ രാജ്യങ്ങളിലേക്കും ഓരോ കോപ്പി അയക്കാം. അവരോടൊക്കെ ഞാൻ ഇമാം മാലിക് എന്നവരുടെ മുവത്ത അനുസരിച്ച് ജീവിച്ചാൽ മതി. ഫതകൂനു ഹുജ്ജതൻ ബൈനി വബൈന ഇബാദില്ലാഹ്. ഫിഖഹിന്റെ മസ്അലകൾ ഇമാം മാലിക് തങ്ങളുടെ മസ്അല അനുസരിച്ച് ചെയ്താൽ മതി എന്ന് ഞാൻ തഅമീം ചെയ്യാൻ പോവാണ്, ഒരു സർക്കുലർ അയക്കാൻ വേണ്ടി പോവാണെന്ന്. എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. ഇന്നത്തെ ഒരു ആലിമിനോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? അല്ലാഹ് ഇത്ര വലിയ ഓഫറുകൾ തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയല്ലേ പറയാ. ഇമാം മാലിക് എന്നവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ലാ വഖദ് ഇൻതശറൽ ഇബാദു ഫീ ബിലാദില്ലാഹ്. ഒരുപാട് സ്വഹാബിമാർ ഒരുപാട് രാജ്യങ്ങളിലേക്ക് കയറിച്ചു. അവരുടെ ഇജ്തിഹാദുകളും മദ്ഹബുകളും അനുസരിച്ച് ആളുകൾ ജീവിക്കാൻ തുടങ്ങി.
അവർക്ക് കിട്ടാത്ത ഹദീസുകൾ ഉണ്ടാകും, അവർക്ക് കിട്ടിയ ഹദീസ് എനിക്കറിയാത്തതുണ്ടാകും. ആ ഹദീസുകൾ അനുസരിച്ച് ജനങ്ങൾ ജീവിക്കാൻ തുടങ്ങിയില്ലേ, അവിടെ ചെന്നിട്ട് എന്റെ മദ്ഹബ് മാത്രം മതി എന്ന് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല, ഞാൻ അതിന് സമ്മതിക്കൂല. അതാണ് ഇമാം മാലിക് തങ്ങൾ. ആ മനുഷ്യന്റെ മഹാന്റെ ഖൽബിന്റെ വിശുദ്ധി എത്രയായിരിക്കും. ജന്നത്തുൽ ബഖീ നമ്മൾ സന്ദർശിക്കുമ്പോ അവിടെ സ്വഹാബിമാരുടെ ഖബറ ഒക്കെ VIP കളാ, ഒരേപോലെ കാണാൻ, ഫുൾ VIP കൾ അവിടെ കിടക്കുന്നത്. അവിടെ ഇമാം മാലിക് എന്നവർ കിടക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു.